ഹായ് ഹലോ നമസ്കാരം. ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കേറ്ററ്റ് 1 ആൻഡ് 2 കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാത്സ് റിവിഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും പുറത്തുനിന്ന് എടുത്തിട്ടില്ല. തൊട്ട് മുമ്പ് നടന്ന സീസണുകളിലെ കുറച്ച് ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് അതൊന്ന് ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് വെക്കുകയാണ്. ഇതിനകത്ത് നമ്മളിപ്പോൾ സിമ്പിൾ ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വായിച്ചു കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, അതുപോലെ പെഡഗോഗി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല. അത്യാവശ്യം ചെയ്ത് നോക്കേണ്ട ചോദ്യങ്ങൾ മാത്രം നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യാണ്. അത് പല ടോപ്പിക്കുകളിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളും റിവിഷൻ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരാണ്, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ചോദ്യങ്ങൾ തരുന്നു. അപ്പൊ ഈ തരുന്ന ചോദ്യങ്ങൾ ഇതെല്ലാം മുൻകാല ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെ? അതിന്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നുണ്ടോ? എന്നാ പിന്നെ നിങ്ങൾ ആ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അധികം സമയം കളയണ്ട, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, പടപടേന്നങ്ങ് ചെയ്തു പോവാ. തരുന്ന ചോദ്യം റിവിഷൻ ആയതുകൊണ്ട് തന്നെ തരുന്ന ചോദ്യം ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക, ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അത് ഓക്കെ ആണെങ്കിൽ തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് അങ്ങ് പോവാം. അല്ലെങ്കിൽ അത് ഓക്കെ അല്ല, നമുക്ക് കിട്ടാൻ കുറച്ച് ഡിലേ ആവുന്നുണ്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ തോന്നുന്നുണ്ട് എങ്കിൽ അത് എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് അതിന്റെ എക്സ്പ്ലനേഷൻ കണ്ട് സെറ്റ് ആക്കിയതിന് ശേഷം മാത്രം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ നേരെ പോവാമോ? റെഡി അല്ലേ എല്ലാവരും? യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 5 സ്ക്വയർ ഇൻറ്റു 2ന്റെ ക്യൂബ് ഇൻറ്റു 3ന്റെ സ്ക്വയർ എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എന്നാണ്, അല്ലെ? അപ്പൊ ഈ ഒരു ചോദ്യത്തിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് എന്ന സംഖ്യകളുടെ എന്നൊരു പ്രയോഗം ഉണ്ട്, അല്ലെ? അപ്പൊ ഇത് കാണുമ്പോൾ സംഖ്യകൾ ഉണ്ടോ? ഉണ്ട്. പക്ഷേ ഇത് നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്, ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഇത് സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എന്ന് നിങ്ങൾ തിരുത്തി വായിച്ചോണം കേട്ടോ. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ നമ്മൾ ഇത് എടുത്തിരിക്കുകയാണ്, സംഖ്യകളുടെ എന്നുള്ള രീതിയിലല്ല. കാരണം ഇവരെ ഗുണിച്ചെഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ കൂട്ടി എഴുതുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, ഒരു രണ്ടുപേരും രണ്ട് സെപ്പറേറ്റ് വാല്യൂസ് ആണെന്ന് പറയാം. ഈ ഗുണിച്ചെഴുതിയിരിക്കുമ്പോൾ അതൊന്ന് മനസ്സിലാക്കിക്കോണം, ഈ എഴുതിയിരിക്കുന്ന ഏതോ ഒരു സംഖ്യയുടെ ഘടകങ്ങളാണ്, അല്ലെ? അപ്പൊ ഇതിന്റെ ഘടകങ്ങളുടെ എണ്ണം, അല്ലെങ്കിൽ ഈ ഒരു ഫുൾ സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വന്നാൽ ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത് ഇവിടുത്തെ ഘടകങ്ങളെല്ലാം കൂടെ അങ്ങ് എഴുതി കൂട്ടുക എന്നുള്ളതല്ല. ഇതിനെ കുറച്ച് ബ്രില്യൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക. ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ ആദ്യം തന്നിരിക്കുന്ന ഘടക സംഖ്യകളെല്ലാം പ്രൈം നമ്പേഴ്സ് ആണോ അഭാജ്യ സംഖ്യകളാണോ എന്ന് നോക്കുക. അഥവാ അഭാജ്യ സംഖ്യകളല്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവരെ അഭാജ്യ സംഖ്യകളാക്കണം, എന്ന് വെച്ചാൽ ഘടകങ്ങളാക്കണം. ഫോർ എക്സാമ്പിൾ, ഇതിനകത്ത് ഒരു 6ന്റെ സ്ക്വയർ ഉണ്ട് എന്ന് വിചാരിക്കും. 6നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യൂ, 3 × 2 ആണല്ലോ. 3ഉം 2ഉം അഭാജ്യ സംഖ്യകളാണ്. അതിന്റെ പവറിലേക്ക് ആ നമ്പർ കൊടുത്തെഴുതി ചെയ്താൽ മതി. പിടികിട്ടിയോ? അപ്പൊ അതുകൊണ്ട് ആദ്യം കൺഫേം ചെയ്യുക, തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം, തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം പ്രൈം നമ്പേഴ്സ് ആണോ അഭാജ്യ സംഖ്യകളാണോ? ആണെങ്കിൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. അവരെല്ലാവരും അഭാജ്യ സംഖ്യകളാണ്, അല്ലേ? തന്നിരിക്കുന്ന 3 പേര് അഭാജ്യ സംഖ്യകളാണ്. 5ന്റെ സ്ക്വയർ, 2ന്റെ ക്യൂബ്, 3ന്റെ സ്ക്വയർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അഭാജ്യ സംഖ്യകളുടെ പവേഴ്സ് നോക്കിയേ. 5ന്റെ സ്ക്വയർ, 5ന്റെ പവറിൽ ആരാ വന്നിരിക്കുന്നത്? 2. അപ്പൊ ഈ 2നോട് നിങ്ങൾ ഒരു 1 കൂട്ടി എഴുതുക. 2 1 എത്ര വന്നു? 3. തൊട്ടടുത്ത സംഖ്യയുടെ പവർ, 2ന്റെ പവർ ആരാ? 3 ആണ്. അപ്പൊ ആ 3നോട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു 1 കൂട്ടി എഴുതുക. 3 1 4. അടുത്ത 3ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 3ന്റെ സ്ക്വയർ വന്നാൽ എന്ത് ചെയ്യാം, 3ന്റെ പവറിൽ 2 ആണുള്ളത്, 2നോട് 1 കൂട്ടി എഴുതുക. എത്ര കിട്ടും? 3. മനസ്സിലായോ? അതായത് ഈ പവറിൽ വന്നിരിക്കുന്ന സംഖ്യകളോടെല്ലാം ഓരോന്നങ്ങ് കൂട്ടി എഴുതുക. എന്നിട്ട് ഈ കൂട്ടി കിട്ടിയ നമ്പേഴ്സ് ഇല്ലേ, അവരെ ഒന്ന് ഗുണിച്ചെഴുതുക. കൂട്ടി കിട്ടിയ നമ്പേഴ്സ് ആരൊക്കെയാ? 3 4 3. ഇവരെ ഗുണിച്ചെഴുതാം. 3 3 9, 9 4, 9 × 4 36. കണ്ടോ? ഇവിടുത്തെ ഘടകങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഫാക്ടേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 36 ആണ്. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ചിലപ്പോൾ ഇതുപോലെ അഭാജ്യ സംഖ്യകളാക്കി തന്നെ തന്നേക്കും, അല്ലെങ്കിൽ പൂർണ്ണസംഖ്യ ആക്കി തന്നേക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ സംഖ്യയെ ഘടകങ്ങളാക്കുക. എന്ത് ഘടകങ്ങൾ? അഭാജ്യ ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രൈം ഫാക്ടേഴ്സ് ആക്കി എഴുതുക, ചെറുതാക്കി എഴുതുക. എന്നിട്ട് അതിന്റെ എല്ലാം പവേഴ്സിനോട് ഓരോന്ന് കൂട്ടി എഴുതുക, ജസ്റ്റ് ഗുണിച്ചെഴുതുക, പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ചെയ്ത കാര്യം ഇത്രേ ഉള്ളൂ. 5ന്റെ സ്ക്വയർ ഉണ്ടായിരുന്നു, അപ്പൊ 2നോട് സ്ക്വയർ ആയതുകൊണ്ട് 2നോട് 1 കൂട്ടി 3 എഴുതി. ക്യൂബ് വന്നു, അല്ലെ? 2ന്റെ ക്യൂബ് 3നോട് 1 കൂട്ടി 4 എഴുതി. അടുത്ത 3ന്റെ സ്ക്വയർ വന്നു, 2നോട് 1 കൂട്ടി 3 എഴുതി. അപ്പൊ 3 3 9, 9 4 36. സെറ്റായോ? കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക്. തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്താണ്? 38.5 ആണ്. എങ്കിൽ ഇവയിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? തുടർച്ചയായിട്ടുള്ള എത്ര പേരുണ്ട്? 8 എണ്ണൽ സംഖ്യകളുണ്ട്.
ഇവരുടെ ശരാശരി എത്രയാണെന്ന് തന്നിരിക്കുന്നു? 38.5. ഉറപ്പിച്ചോ? അപ്പോൾ ഈ ശരാശരി തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും മിഡിൽ പോയിന്റ് ആയിരിക്കുമല്ലോ, മിഡ് പോയിന്റ് ആയിരിക്കും അല്ലെ, മധ്യബിന്ദു ആയിരിക്കും. അപ്പൊ ഈ 8 സംഖ്യകളുടെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 38.5 ആണല്ലോ. അപ്പൊ ഈ 38.5 നമുക്ക് തന്നിട്ടുണ്ട്, മിഡ് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഈ 8 സംഖ്യകളെ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. എങ്ങനെയാന്ന് വെച്ചാൽ ഈ 38.5ന്റെ ഇടത് ഭാഗത്തുള്ള സംഖ്യകളെ എടുക്കാം, വലതു ഭാഗത്തുള്ള സംഖ്യകളെ എടുക്കാം. 38.5ന്റെ ഇടത് ഭാഗത്തേക്ക് 4 വരെ എടുക്കുക, വലതു ഭാഗത്തേക്ക് 4 വരെ എടുക്കുക. അപ്പൊ ഇതിന്റെ ഇടത് ഭാഗത്തേക്ക് പോകണമെങ്കിൽ ആരൊക്കെയുണ്ട്? 38 ഉണ്ട്, 37 ഉണ്ട്, 36, 35. കണ്ടോ? അപ്പൊ എത്ര പേരായി? 4 പേരായില്ലേ? ഇനി മുകളിലേക്ക് പോവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 38 കഴിഞ്ഞ് 39, 40, 41, 42. കണ്ടോ? കഴിഞ്ഞു. ഇതിലെ ചെറിയ സംഖ്യ ആരാന്ന് വെച്ചാൽ 35ഉം വലിയ സംഖ്യ ആരാന്ന് വെച്ചാൽ 42. നമുക്ക് വേണ്ടത് ചെറിയ ആളായതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പിച്ചു നമ്മുടെ ഉത്തരം 35. ക്ലിയർ ആണോ? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മിഡ് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? മിഡ് പോയിന്റ് 38.5. അപ്പൊ ഇതിന്റെ ഇടത് ഭാഗത്തേക്കും പോകണം, വലത് ഭാഗത്തേക്കും. മൊത്തം 8 പേരില്ലേ? ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇടത്തേക്ക് 4 പേരെ എടുക്കുക, വലത്തേക്ക് 4 പേരെ എടുക്കുക. 38.5ന്റെ ഇടത്തേക്ക് പോയാൽ ആരൊക്കെ വരും? 38 വരും, അതുപോലെ 37 വരും, 36 വരും, 35ഉം വരും. ഇനി വലത് ഭാഗത്തേക്കാണെങ്കിൽ 39 വരുന്നുണ്ട്, 40 വരുന്നുണ്ട്, 41, 42. ചെറുതാരാണെന്ന് വെച്ചാൽ 35, വലുത് ചോദിച്ചാൽ 42. ഇവിടെ നമുക്ക് ചെറുത് പോരെ? മതി, ഉറപ്പിച്ചു. നല്ല ചോദ്യമല്ലേ? സിമ്പിൾ ചോദ്യം കേട്ടോ. അടുത്തൊരു ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ 24.46 അങ്ങനെയാണോ? അല്ല, 2.46 ഇൻറ്റു 5.6 തുല്യമായത് ഏത് എന്നാണ്. അപ്പൊ തന്നിട്ടുള്ളവയിൽ എന്താണ്? 2.46ഉം പിന്നെ ആരാണ്? 5.6. അപ്പൊ നിങ്ങൾ ബേസിക്കലി ആലോചിക്കേണ്ട കാര്യം, തന്നിരിക്കുന്നതിൽ രണ്ടിലും സംഖ്യകൾ 246ഉം 56ഉം ആണ് അല്ലെ? അപ്പൊ ഓപ്ഷൻസ് നോക്കുമ്പോൾ അവിടെ എല്ലാം നമ്മൾ ഈ സംഖ്യകൾ കൃത്യമായി കാണുന്നുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? എല്ലായിടത്തും ഇതേ സംഖ്യകൾ തന്നെയുണ്ട്. എന്നാൽ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെസിമൽ എവിടെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ 2 സ്ഥാനം ഉണ്ടല്ലേ? ഈ ഒരു സംഖ്യയിലേക്ക് വരുമ്പോൾ ദശാംശ സ്ഥാനം 1 അല്ലേ ഇടാവുള്ളൂ? ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഗുണിച്ചെഴുതിയിരിക്കുന്ന റിസൾട്ടുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ 2, 1, 3 ദശാംശ സ്ഥാനങ്ങൾ ആവശ്യമുണ്ട്. ഈ 3 ദശാംശ സ്ഥാനങ്ങൾ വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ആദ്യത്തേതിൽ നോക്കുമ്പം ഇവിടെ 2, ഇവിടെ 2, 4 എണ്ണം അല്ലേ? അപ്പൊ അതല്ല. അടുത്തതിലേക്ക് വരുമ്പോ ഇവിടെ ഉണ്ടോ? 246 വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോ 0.560. ഈ അവസാനത്തെ 0 നമുക്ക് എടുക്കാൻ പറ്റില്ല, അറിയാലോ. അതായത് ഡെസിമൽ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം വരുന്ന 0ത്തെ നമുക്ക് ഡെസിമലിന്റെ എണ്ണത്തിൽ കൗണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷനും അല്ല. അടുത്ത ഓപ്ഷനിലേക്ക് ചെല്ലുമ്പോ 0.246, അവിടെ കൃത്യമായി 3 സ്ഥാനം വന്നിട്ടുണ്ട്. സംഖ്യകളും കറക്റ്റ് ആണ്, ഡെസിമൽ 3 സ്ഥാനം വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെ ചൂസ് ചെയ്യുന്നു? സി ചൂസ് ചെയ്യുന്നു. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് ചെല്ലുമ്പോൾ അത് ഒരിക്കലും വരില്ല, കാരണം അവിടെ 2 സ്ഥാനം മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ കാര്യം. എന്ത് ചെയ്യുക? നമ്പേഴ്സ് കറക്റ്റ് ആയിട്ടുണ്ടോ? ഇവിടെ ആരൊക്കെ ഉണ്ട്? 246ഉം 56ഉം ഉണ്ട്. ഡെസിമൽ പ്ലേസ് നോക്കുക, എത്ര സ്ഥാനമുണ്ട്? 2, 1, 3 സ്ഥാനം. അത് കൃത്യമായി വന്നിരിക്കുന്ന എവിടെ മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സിയിൽ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഉറപ്പിച്ചു. ഓക്കെ. അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. താഴെ കൊടുത്തവയിൽ പൈതഗോറിയൻ സംഖ്യാത്രയങ്ങളിൽ പെടാത്തത് ഏതാണ്? പൈതഗോറിയൻ സംഖ്യാത്രയങ്ങൾ അല്ലെങ്കിൽ പൈതഗോറിയൻ സംഖ്യാത്രികങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. എന്താ പറയും? നമുക്ക് എന്താണ്, ഇവര് 3 പേർ വീതമുള്ള സെറ്റാണ് അല്ലേ? അപ്പൊ നമുക്ക് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്നൊക്കെ നമുക്ക് ഇവരെ വിളിക്കാം അല്ലെ? ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ 3 സംഖ്യകൾ പൈതഗോറസ് തിയറത്തെ അനുസരിക്കണം. പൈതഗോറസ് തിയറം ഒബേ ചെയ്യുന്ന 3 സംഖ്യകളെയാണ് നമ്മൾ പൈതഗോറിയൻ സംഖ്യാത്രികങ്ങളെന്നോ ത്രയങ്ങളോ എന്നൊക്കെ വിളിക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഓപ്ഷനിലേക്ക് പോവാം. 3, 4, 5. അപ്പൊ 3, 4, 5 പൈതഗോറിയൻ ത്രയമാണോ എന്നെങ്ങനെ തിരിച്ചറിയും എന്ന് വെച്ചാൽ ഇതിലെ ആദ്യത്തെ ചെറിയ സംഖ്യകൾ അല്ലെങ്കിൽ ഈ 3 സംഖ്യകളിൽ കുഞ്ഞ് 2 സംഖ്യകൾ ഒന്ന് സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ വലിയ സംഖ്യയുടെ സ്ക്വയർ കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മളിങ്ങനെയല്ലേ പൈതഗോറസ് തിയറം പഠിക്കുക? a² + b² = c². അങ്ങനെയല്ലേ? ഇവിടെ 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16,
ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ 5ന്റെ സ്ക്വയർ ആയ 25 വരുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. വരുന്നുണ്ടോ? ഉണ്ട്, വന്നു, ശരിയാണ്. 9ഉം 16ഉം കൂടെ കൂട്ടിയപ്പോൾ അതെന്താണ്? പൈതഗോറിയൻ ത്രയമാണ് അല്ലെ. അടുത്തതിലേക്ക് പോകുമ്പോൾ 8, 15, 17. 8ന്റെ സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം 64. 15ന്റെ സ്ക്വയർ നമുക്കറിയാം 225. 17ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 284. കണ്ടോ? മനസ്സിലായോ? അപ്പൊ ഇത് ചെറിയ രണ്ട് സംഖ്യകളെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തപ്പോൾ നമുക്ക് വലുത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഉറപ്പിക്കാമല്ലോ? അടുത്തതിലേക്ക് ചെല്ലുമ്പോൾ 11, 60, 61. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിക്കേ. ഇവിടുത്തെ സ്ക്വയർ ഒന്നും നിങ്ങൾ കാണാതെ അടിച്ചു നോക്കണമെന്നൊന്നുമില്ല. അപ്പൊ 11ന്റെ സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് 121 അല്ലെ. 60ന്റെ സ്ക്വയർ എത്രയാണ്? 3600. ശരിയല്ലേ? 61ന്റെ സ്ക്വയർ എത്രയാണ് എന്നുള്ളതാണ് അടുത്ത പ്രശ്നം അല്ലേ. അത് എത്രയാണെന്നറിയോ? 3721 എന്നാണ്. കറക്റ്റ് ആണല്ലോ. 3600നോട് 121 ചേർത്തിട്ട് 3721 നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഉറപ്പിച്ചേ? യെസ്. എന്നാൽ അടുത്തതില് കണ്ടോ, അപ്പൊ ഇത് സെറ്റാണ്. അപ്പൊ 3 പേര് ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തത് നമുക്ക് സംശയം പറയാം. ഇതാണ് നമ്മുടെ ഉത്തരം. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കാം. 12ന്റെ സ്ക്വയറും 26ന്റെ സ്ക്വയറും കൂടെ കൂട്ടുമ്പോൾ 37ന്റെ സ്ക്വയർ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇവിടെ നോക്കേണ്ട കാര്യമില്ല. കാരണം മുകളിൽ പറഞ്ഞ 3 പേരും ഓക്കെ ആണെങ്കിൽ നാലാമത്തേവനെ നമുക്ക് ഓക്കെ അല്ലാത്തവൻ എന്ന് പറയേണ്ടി വരും. ശരിയല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ 3 പേര് പൈതഗോറസ് തിയറം ഒബേ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ അതിൽ പെടാത്തവൻ ആരാണ്? കണ്ടോ? യെസ്. ക്ലിയർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണേ. 122 ഡിവൈഡഡ് ബൈ 0.122 ഈക്വൽ ടു 12.2 ഈക്വൽ ടു എന്ത് വന്നിട്ടുണ്ട്? എക്സ് എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ എക്സിന്റെ വില എന്ത്, അല്ലെങ്കിൽ എക്സ് ആര് എന്നുള്ളതാണ്. അപ്പൊ ഇത് കണ്ടെത്താൻ എന്താണ് നമുക്കൊരു മാർഗം? സിമ്പിൾ ആണ് പരിപാടി. എന്ത് ചെയ്യാ? ഇത് ഫ്രാക്ഷൻ ഫോമിലാണല്ലോ ഉള്ളത്. അതായത് 122 ഡിവൈഡഡ് ബൈ 0.122 എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 12.2 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇവരെ നമ്മൾ ഒന്ന് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യണമെങ്കിൽ എങ്ങനെ കിട്ടും? ഇവരെ ഒന്ന് ക്രോസ് ചെയ്താൽ എന്ത് കിട്ടും? 122 എക്സ് ഈക്വൽ ടു 12.2 ഇൻറ്റു 0.122 ഇങ്ങനെ എഴുതാം. ശരിയല്ലേ? അപ്പൊ എക്സിന്റെ വില എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതണം? 12.2 ഇൻറ്റു 0.122 ഡിവൈഡഡ് ബൈ 122 എന്നല്ലേ 122. അപ്പൊ ഇനി നിങ്ങൾ നോക്കേണ്ടത് താഴെ മുകളിലും ഡെസിമൽ നിങ്ങൾ പരിഗണിക്കേണ്ട, നമ്പേഴ്സ് മാത്രം നോക്കിയേ. ഇവിടെ ഒരു 122, ഇവിടെ ഒരു 122 വെട്ടിപ്പോയി. ഇനി നോക്കുമ്പോൾ ഇവിടെ ആരാണുള്ളത്? ഇവിടെ 122 ആണുള്ളത്. അപ്പൊ 122 ആയിരിക്കും നമ്മുടെ റിസൾട്ട്. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഇതിലെ ഡെസിമൽ പ്ലേസസ് ആണ് അല്ലെ. ഇതിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇതിലേക്ക് വരുമ്പോൾ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ 3 ഒന്ന് എത്ര എണ്ണമായി? 4 എണ്ണമായി. അപ്പൊ ഈ 4 ഡെസിമൽ പ്ലേസ് നമ്മുടെ ആൻസറിലേക്ക് വരണം. 0.01 കണ്ടോ? 0.0122 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം. ക്ലിയർ ആണോ? അപ്പൊ ചെയ്ത കാര്യത്രേ ഉള്ളൂ. അപ്പൊ 122 ബൈ 0.122 ഈക്വൽ ടു 12.2 ഡിവൈഡഡ് ബൈ എക്സ്. അപ്പൊ എക്സിന്റെ വില നമ്മൾ ഇങ്ങനെയാണ് കണ്ടെത്തിയത്. എക്സ് ഈക്വൽ ടു എന്ത് ചെയ്യാ? 12.2 ഇൻറ്റു 0.122 ഡിവൈഡഡ് ബൈ എന്താണ് ചെയ്തത്? 122. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ആശ്രയിച്ചത്? ഡെസിമൽ ഇല്ലാതെ സംഖ്യകൾ എടുത്തു. 122, 122 ആണല്ലോ. ഇതിന്റെ താഴേക്ക് ആരെ കൊടുത്തടാ? 122 കൊടുക്കുന്നു. വെട്ടിക്കളയട്ടെ. വെട്ടി. അപ്പൊ നമുക്ക് കിട്ടുന്ന നമ്പർ 122 തന്നെ അല്ലേ? ഡെസിമൽ പ്ലേസസ് എണ്ണി നോക്കിയേ. ഇവിടെ 1, ഇവിടെ 3, അങ്ങനെ മൊത്തം 4 സ്ഥാനം കൊടുക്കണം. ഈ 4 സ്ഥാനം ഇതിലേക്ക് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 0.0122 എന്നുള്ള രീതിയിലായിരിക്കും അല്ലേ? ഇത്രയേ ഉള്ളൂ സംഗതി. സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. ഉറപ്പിക്കട്ടെ? എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണ്? യെസ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. ചുവടെ കൊടുത്തവയിൽ ഗണിത പഠനത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സോഫ്റ്റ്വെയർ ഏത്? നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ചില
ക്വസ്റ്റ്യൻസ് ആണേ. ഒന്ന് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, ഒന്നുകിൽ താഴെ തന്നിട്ടുള്ളവയിൽ പഠനത്തിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഏത് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന് ആവശ്യമില്ലാത്തത് ചോദിക്കാം. മറ്റൊരെണ്ണം പുസ്തകങ്ങൾ, പ്രധാനപ്പെട്ട ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ലീലാവതി പോലെയുള്ള ഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്സിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ക്ലാസ്സുകളിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് റിവൈസ് ചെയ്തോണം കേട്ടോ. അതിനകത്തുനിന്ന് ഒരു ചോദ്യം മസ്റ്റ് ആയിട്ട് വരാറുണ്ട്, പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കിട്ടാറുണ്ട്, ഇതുപോലെ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കിട്ടാറുണ്ട്. പിന്നെ അത് ശരിക്കും ഈ പെഡഗോഗിയായിട്ട് കണക്ട് ചെയ്താണ് നമ്മളോട് ചോദിക്കാറുള്ളത്. ഈ പെഡഗോഗ് അല്ലെങ്കിൽ അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് മീനിങ് ഒക്കെ വരുന്ന തരത്തിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അറിയാലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി ജനറൽ ആയിട്ട് പഠിച്ചോണം. ഇവിടെ ഞാൻ ഈ ഒരു ചോദ്യം അതൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. നമുക്ക് ശരിക്കും ഇവിടെ റിവിഷൻ ചെയ്യുന്ന സമയത്ത് പരമാവധി ചോദ്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. മറ്റേത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ പോലെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഗണിത പഠനത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സോഫ്റ്റ്വെയർ ഇപ്പൊ കിഗ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ജെ ഫ്രാക്ഷൻ ലാബ്, ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം അല്ലെ. പിന്നെ ജിയോജിബ്ര എപ്പോഴും കാണുന്നതാണ്, എന്നാൽ ആ കൂട്ടത്തിൽ വരാത്ത ഒരാളാണ് മാർബിൾ. മാർബിൾ എന്ന സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നില്ല നമ്മൾ ഗണിത പഠനത്തിനായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ചൊന്ന് മാറി ചിന്തിച്ചോളൂ. ഓക്കെ, അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. ചുവടെ കൊടുത്തവയിൽ 3/4 വലുതും 5/6 ചെറുതുമായ ഭിന്നസംഖ്യ ഏതാണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. സാധാരണഗതിയിൽ ഇതിന് രണ്ടിനും ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ എന്നുള്ള രീതിയിലാണ് ചോദ്യം വരിക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വരുന്ന ഒരു ഭിന്നസംഖ്യ എഴുതാമോ എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ അതിന് പകരമാണ് ഇങ്ങനെ പറയുന്നത്, 3/4 വലുതും 5/6 ചെറുതുമായ ഭിന്നസംഖ്യ ഏത്? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം, 3/4 അവിടെ എഴുതി അല്ലെ, അതുപോലെ 5/6 നമ്മൾ അവിടെ എഴുതി. ഇനി ചെയ്യേണ്ടത് ഇതിന്റെ ന്യൂമറേറ്റർ സൈഡ് നമുക്ക് തമ്മിൽ കൂട്ടിയെഴുതാം. അപ്പൊ 5ഉം 3ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. 6ഉം 4ഉം കൂടെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. അപ്പൊ 8/10 എന്ന് വന്നില്ലേ? മനസ്സിലായോ? ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടിയെഴുതുന്നു, ഡിനോമിനേറ്റർ തമ്മിൽ കൂട്ടിയെഴുതുന്നു. ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആട്ടോ. അപ്പം ഈ 8നെയും 10നെയും ഒന്ന് ചെറുതാക്കിയാൽ എന്ത് കിട്ടൂടാ മക്കളെ? 4/5. ഇത് ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ഇതാണ് നമ്മുടെ ഉത്തരം. ചിലപ്പോൾ ഇത് തന്നെ വരണമെന്നില്ല. അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ ഫ്രാക്ഷന്റെ ഏകദേശ വിലയെടുത്ത് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലേ? അതായത് മുകളിൽ ഒരു 0 കൊടുക്കുക, താഴെയുള്ള സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ചെറുതാക്കി കൊണ്ടുവരുന്ന അല്ലെ. നമ്മൾ ഈ വലുതും ചെറുതും കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഇല്ലേ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യുക. പിന്നെ രണ്ട് ലിമിറ്റ് തന്നിട്ട് അതിനിടയിലുള്ള ഒരു സംഖ്യ ചോദിക്കുമ്പോൾ പൊതുവേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ ടെക്നിക്കാണ് ഇപ്പം നമ്മൾ പഠിച്ച സാധനം. എന്ത് ചെയ്യുക? അംശവും തമ്മിൽ കൂട്ടിയെഴുതുക, ഛേദവും തമ്മിൽ കൂട്ടിയെഴുതുക. ഒരിക്കലും ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കാറില്ല അല്ലെ. അപ്പൊ ഇത് കൂട്ടിയപ്പോൾ 8 കിട്ടി, താഴെ കൂട്ടിയപ്പോൾ 10 കിട്ടി. 8/10 എന്ന് പറയുന്നത് 4/5 ആണ്. ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ ആണോ? അപ്പം 3/4 വലുത് വേണം, 5/6 ചെറുതും വേണം. അപ്പൊ 5ഉം 3ഉം കൂടെ ചേർന്നാൽ 8 കിട്ടണം, 6ഉം 4ഉം കൂടെ ചേർത്താൽ 10 കിട്ടണം. 8/10 എന്ന് പറയുന്ന വാല്യൂവിനെ നമുക്ക് ചെറുതാക്കിയാൽ 4/5 എന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. ഈ 4/5 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കഥാപാത്രം. സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോണേ. 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 1510 ആണ്. ഇവയിൽ ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ഏത്? അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇത്തരത്തിലൊരു ചോദ്യം വരുമ്പോ അല്ലെ, ഈ അഭാജ്യ സംഖ്യകളെ ഗുണിച്ച് 1510 എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ 1510 ചെറുതാക്കി എടുക്കുക, ഘടകങ്ങളാക്കുക. 1510 ഒന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? 15ൽ എത്ര 2 ഉണ്ട്? 7 ഉണ്ട്. ഓക്കെ അല്ലേ? പിന്നെ വരുന്ന 11 ആണ്. 11ൽ എത്ര എണ്ണം ഉണ്ട്? 5 ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഉണ്ടോ? ഇങ്ങനെ നമുക്ക് ചെറുതാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തോരും? ഒരെണ്ണം വരും. ഓക്കെ, പിന്നെ വരുന്ന ആരാ? 25 ആണ് അല്ലെ. 25ൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം വരും. പിന്നെയോ ഒരെണ്ണം. കണ്ടോ? ഇനി താഴേക്ക് പോകാൻ പറ്റുമോ? ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ ഒരു പ്രൈം നമ്പറിൽ എത്തിച്ചേർന്നു. പ്രൈം നമ്പർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡിവിഷൻ സാധ്യമല്ലല്ലോ. അപ്പൊ 1510 നമ്മൾ ഇതുപോലെ ഫാക്ടേഴ്സ് ആക്കിയാൽ ഏത് രൂപത്തിൽ എഴുതാം? 2 × 5 × 151 എന്ന് എഴുതാൻ പറ്റും. 1510 നമ്മളൊന്ന് ഫാക്ടറൈസ് ചെയ്തപ്പോ, പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോ
2, 5, 151 ഇങ്ങനെ എത്തിച്ചേർന്നല്ലോ. ആണ്. ഇതിൽ ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ലാർജസ്റ്റ് പ്രൈം നമ്പർ ആര് എന്ന് ചോദിച്ചാൽ 151 അങ്ങ് എടുത്താൽ മതി. കഴിഞ്ഞു. കിട്ടിയോ? അപ്പൊ 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 1510 ആണ്. അതിൽ ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ആര് എന്ന ചോദ്യത്തിന് നമ്മൾ ചെയ്തത് 151 എന്നാണ്. കിട്ടിയോ? അതായത് അഭാജ്യ ഘടകങ്ങളാക്കി പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോ അതിൽ കിട്ടിയ ഏറ്റവും വലിയ പ്രൈം നമ്പർ ആരായിരുന്നു? 151. അതിന് മുകളിലൊരു പ്രൈം നമ്പർ അതിനകത്തുനിന്ന് കിട്ടിയില്ല. അതാണ് സത്യം. അടുത്തൊരു ചോദ്യം. ഒരു ക്ലോക്കിൽ സമയം 5:30 ആകുമ്പോ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നിർണ്ണയിക്കുന്ന കോണളവ് എത്ര ഡിഗ്രിയാണ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ക്ലോക്കിലെ സമയം 5:30 അല്ലെ? അപ്പൊ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഈ രണ്ട് സൂചികൾക്കിടയിൽ ഉണ്ടാകുന്ന കോണളവ് എത്ര എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ പൊതുവെ എന്താ ചെയ്യുക? നമ്മൾ ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഫോർമുല ഉപയോഗിക്കാറുണ്ട്, അല്ലാതെ മെത്തേഡ് ഉണ്ട്. ഇപ്പൊ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? മോഡുലസ് ഓഫ് 30h മൈനസ് 11/2 m എന്ന് നമ്മളിങ്ങനെ എഴുതാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ്? എച്ചും എമ്മും ആരാണ്? 5:30 എന്ന് പറയുന്ന സമയം എടുത്താൽ ഇതിലെ മണിക്കൂറിന്റെ ഭാഗം 5ഉം മിനിറ്റിന്റെ ഭാഗം 30ഉം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 30h മൈനസ് 11/2 m കൊടുത്താൽ എന്ത് കൊടുക്കുക? 30 into 5 മൈനസ് 11/2 into m. ഇവിടുത്തെ m മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. കണ്ടോ? അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ രണ്ടും ഈ 30ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 15 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പൊ 30 into 5, 30നെ 5 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 30നെ 5 കൊണ്ട് ഗുണിച്ചാൽ 150 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? മൈനസ് 11 into 15, 11ഉം 15ഉം തമ്മിൽ ഗുണിക്കുക. 11 into 15 എത്ര കിട്ടും? 165 എന്ന് കിട്ടും. കിട്ടിയോ? ഇവരെ തമ്മിൽ നമ്മളൊന്ന് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 150ൽ നിന്ന് 165 മൈനസ് ചെയ്താൽ മൈനസ് 15 എന്ന് കിട്ടും. ഇത് മോഡുലസ് ആണ്. ഇവിടെ 2 വര കിടക്കുന്നുണ്ടോ? അപ്പൊ മൈനസ് 15ന്റെ മോഡുലസ് വാല്യൂ എത്ര എന്ന് ചോദിച്ചാൽ അത് 15 അല്ലേ? അപ്പൊ എത്ര ഡിഗ്രിയാണ് ഇവിടുത്തെ കോണളവ്? ഈ സമയത്തിൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. അപ്പൊ 5:30 ആണ് നമ്മുടെ സമയം. അപ്പൊ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇത് നമ്മൾ എന്താണ്? ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. ഇനി ഇതിനൊരു ഷോർട്ട് മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിലോ 5 മണി 30 മിനിറ്റ്. ഇത് മണിക്കൂർ, ഇത് മിനിറ്റ് അല്ലെ? ഈ മണിക്കൂർ എന്ന് പറയുന്നത് 5 ആണ്. മിനിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ ആണല്ലോ? അതായത് 30 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന നമ്പർ ഏതാണെന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. 5 മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന നമ്പർ 5, 30 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന നമ്പർ 6. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 5ന്റെയും 6ന്റെയും ഡിഫറൻസ് എടുക്കുക. 5ഉം 6ഉം തമ്മിൽ ഒന്ന് കുറയ്ക്കുക. 5ഉം 6ഉം തമ്മിൽ കുറച്ചാൽ എത്ര കിട്ടും? 1 കിട്ടും. ഈ 1നെ നമ്മൾ ചെയ്യേണ്ട ഒരു 30 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. 30 നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ 30 എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ക്ലോക്കിലെ ഓരോ സംഖ്യകൾക്കും അല്ലെ ഇടയിലുള്ള കോണളവ് 30 ഡിഗ്രിയാ. അതുകൊണ്ട് 1നെ നമ്മൾ 30 കൊണ്ട് ഗുണിച്ചു. 30 എന്ന് തന്നെ എഴുതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് മിനിറ്റ് തന്നിട്ടില്ലേ? മിനിറ്റിന്റെ പകുതി എടുക്കാം. മിനിറ്റ് 30 ആണ്. 30ന്റെ നേരെ പകുതി ആരാ? 15. ഇതിന്റെ തൊട്ട് താഴെ എഴുതാം. ഇനി നിങ്ങൾക്ക് ഈ 30നോട് 15 കൂട്ടണോ കുറയ്ക്കണോ എന്ന് ഫിക്സ് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാലേ ഈ തന്നിരിക്കുന്ന സംഖ്യകളിൽ ആദ്യത്തെ സംഖ്യ ചെറുതാണെങ്കിൽ ഇത് കുറച്ചെഴുതുക. ആദ്യത്തെ സംഖ്യ വലുതാണെങ്കിൽ ഇത് കൂട്ടി എഴുതുക. ഇതിൽ ആദ്യത്തെ സംഖ്യ ചെറുതാണല്ലോ, അതുകൊണ്ട് കുറച്ചെഴുതുക. 30 നിന്ന് 15 കുറച്ചു. 30 നിന്ന് 15 പോയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 15. സോ നമ്മുടെ ആൻസർ 15 ഡിഗ്രി എന്നാണ്. അപ്പൊ 5:30 എന്ന് പറയുന്ന സമയത്തെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? 5:30 കോണളവിനെ കുറിച്ച് മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ 5:30 എന്ന് പറയുന്ന സമയം കാണിക്കുമ്പോൾ, ക്ലോക്കിൽ കാണിക്കുമ്പോൾ അതിനകത്തുള്ള മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചി ഇവരുടെ നിർണ്ണയിക്കുന്ന കോണളവാണ് നമ്മളിപ്പോ എഴുതിയത്. ഓക്കെ. അടുത്തൊരു ചോദ്യം. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 35 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ വശങ്ങളുടെ അളവുകൾ എത്ര? ചുറ്റളവ് എന്ന് വെച്ചാൽ എന്താ? ഒരു ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും കൂടെ കൂട്ടി എഴുതിയാൽ നമ്മൾ അതിനെ ചുറ്റളവ് എന്ന് വിളിക്കും. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 35 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എത്ര ഉള്ളൂ? അതിന്റെ 3 വശങ്ങളുടെയും കൂടെ തുകയാണ് 35 അല്ലെ?
അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വശങ്ങളുടെ അളവുകൾ അല്ലെങ്കിൽ വശങ്ങളുടെ നീളങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ നോക്കിയേ. ഇതിലെ വശങ്ങൾ കൂട്ടുമ്പോൾ നമുക്ക് 35 കിട്ടണം. കണ്ടോ, ഇവിടെ 9, 15, 11 ഇത് കൂട്ടിയാൽ 35 അല്ലേ? ആണ്. ഇനി 18, 9, 8 18, 9 എത്ര വരുന്നുണ്ട്? 27, 8, 35. അവിടെയും 35 വരുന്നുണ്ട്. അടുത്ത 19, പിന്നെ 10, പിന്നെ 6 ഇത് കൂട്ടിയാലും 35 വരുന്നുണ്ട്. അടുത്ത 5, 20, 10 ഇവരെ കൂട്ടിയാലും 35 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ പെട്ടു എന്ന് മനസ്സിലായോ? അതായത് ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ പരിഗണിക്കുമ്പോൾ ചുറ്റളവായിട്ട് വരാനായിട്ട് ഏതെങ്കിലും 3 വശങ്ങൾ എടുത്താൽ പോരാ. അങ്ങനെ എടുത്താൽ ഒരിക്കലും ഇത് ത്രികോണമായി വരില്ല, ത്രികോണത്തിന്റെ ഷേപ്പ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ, ഏത് 2 വശങ്ങൾ? ചെറിയ 2 വശങ്ങൾ കൂട്ടുമ്പോൾ വലിയ വശത്തേക്കാൾ കൂടുതലായി വന്നാൽ മാത്രമേ അതിനെ ത്രികോണമാക്കി പരിഗണിക്കാൻ പറ്റൂ. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഏതൊരു ത്രികോണം എടുത്താലും അതിലെ കുഞ്ഞു 2 വശങ്ങൾ, 3 വശങ്ങളുണ്ട്, അതിലെ ചെറിയ 2 വശങ്ങൾ കൂട്ടുമ്പോൾ വലിയ വശത്തേക്കാൾ കൂടുതൽ വേണം. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എടുക്കുകയാണേ. ചെറിയ 2 വശങ്ങൾ ആരൊക്കെയാ? 9ഉം 11ഉം. 9ഉം 11ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 20. ഇത് 15നേക്കാൾ കൂടുതലല്ലേ? ആണ്. അതുകൊണ്ട് ഇത് ത്രികോണം നിർമ്മിക്കാൻ പര്യാപ്തമായ അളവുകളാണ്. എന്നാൽ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് ചെല്ലുമ്പോഴേ ഈ ചെറിയ അളവുകളായ 9ഉം 8ഉം കൂടെ കൂട്ടിയ 9ഉം 8ഉം 17. ഇത് 18നേക്കാൾ വലുതല്ല അല്ലേ? അപ്പൊ അത് ത്രികോണം നിർമ്മിക്കാൻ പറ്റില്ല. അടുത്ത ഓപ്ഷനിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു 10ഉം ഇവിടുത്തെ 6ഉം, 10ഉം 6ഉം 16 അല്ലേ? ഈ 16 19നേക്കാൾ കൂടുതലാണോ? അല്ല. അപ്പൊ അതും പറ്റില്ല. ഓക്കെ. അടുത്തത് 5ഉം 10ഉം, 5ഉം 10ഉം 15 അല്ലേ? ഇത് 20നേക്കാൾ കൂടുതലാണോ? അല്ല. മനസ്സിലായി? അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് ഓർത്തിരിക്കുക, ഈ 3 വശങ്ങൾ എങ്ങനെങ്കിലും ചേർത്ത് വെച്ചാൽ ത്രികോണം നിർമ്മിക്കാൻ പറ്റില്ല. ത്രികോണം നിർമ്മിക്കണമെങ്കിൽ ആ വശങ്ങളുടെ അളവുകൾ നിർബന്ധമായും ആരേക്കാൾ ചെറുതായിരിക്കണം? അതിന്റെ ചുറ്റളവിന്റെ പകുതിയേക്കാൾ ചെറുതായിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് എല്ലാവരും എഴുതി വെച്ച് പഠിച്ചോണം. നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ പരിഗണിക്കുമ്പോൾ അതിന്റെ വശങ്ങളുടെ നീളങ്ങൾ എപ്പോഴും ചുറ്റളവിന്റെ പകുതിയേക്കാൾ കുറവായിരിക്കണം. അപ്പൊ 35ന്റെ പകുതി എന്ന് പറയുന്ന ആരാ? 17.5. അപ്പൊ ഇതിന്റെ വശങ്ങളെല്ലാം തന്നെ 17.5യേക്കാൾ കുറവായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ ഓപ്ഷനകത്ത് നോക്കുമ്പോൾ ഇവിടെ 18 വന്നു, പറ്റില്ല. ഇവിടെ 19 വന്നു, പറ്റില്ല. ഇവിടെ 20 വന്നു, പറ്റില്ല. ഇവരെല്ലാം 17.5യേക്കാൾ കൂടുതലാണ്. അങ്ങനെ വരാത്തത് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത് നിങ്ങൾ ഇത് മറ്റൊരു രീതിയിൽ ഇതേ റൂള് പഠിച്ചു വെക്കുക. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളിൽ ചെറിയ 2 വശങ്ങളുടെ നീളങ്ങൾ കൂട്ടിയാൽ വലുതിനേക്കാൾ കൂടുതലായിരിക്കണം. ചെറിയ 2 വശങ്ങളുടെ നീളങ്ങൾ കൂട്ടിയെഴുതുമ്പോൾ വലിയ വശത്തിന്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കണം. നിർബന്ധമായും അങ്ങനെ തന്നെ ആയിരിക്കണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. ഓക്കെ ആണോ? പിടികിട്ടിയോ? യെസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. നല്ല ചോദ്യമാണ്, നിലവാരമുള്ള ചോദ്യമാണ്. അത്യാവശ്യം കാര്യം ക്ലിയർ ആകുന്നവനെ ഇത് ചെയ്യൂ, അല്ലാത്തവൻ എന്ത് ചെയ്യും? 3 ഓപ്ഷൻ 4 ഓപ്ഷനും റൈറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് വിട്ടിട്ടു അല്ലെ? അടുത്തൊരു ചോദ്യം, നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്നൊക്കെ വരുന്ന അല്ലെ ഇമേജസ് എടുത്തു വെച്ചിട്ട് നമ്മളോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ചിത്രത്തിൽ PQRS എന്നിവ സമാന്തരമാണ്. PQRS എന്നീ വരകൾ എന്താണ്? സമാന്തര വരകളാണ്. കോൺ PQT എത്ര ഡിഗ്രി? 110 ഡിഗ്രി. കോൺ RST അല്ലെ? RST എത്ര വന്നിട്ടുണ്ട്? 130. അപ്പൊ ഈ T എവിടെ നിന്ന് വന്നു മനസ്സിലായല്ലോ? രണ്ടിലും കോമൺ ആയിട്ടാണ് T എന്ന പോയിന്റ് ഉള്ളത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കോൺ UTVയുടെ അളവ് എന്ത് എന്ന് ചോദിക്കുകയാണ്. UTV അല്ലെ? അപ്പൊ ഈ UTVയുടെ അളവിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഇവിടെ 2 സമാന്തര വരകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഉണ്ടല്ലേ? അപ്പൊ ഈ സമാന്തര വരകളിൽ നമ്മളൊരു വര ചേർത്ത് വരച്ചാൽ അല്ലെങ്കിൽ ആ സമാന്തര വരകൾക്ക് മറ്റെന്തെങ്കിലും ഒരു പ്രത്യേകത നമുക്ക് കൽപ്പിച്ചു കൊടുക്കാനുണ്ടോ? ഒരേ വര കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെങ്കിൽ ഈ സമാന്തര വരയെ കട്ട് ചെയ്യുന്നത് എങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിലേ PQ എന്ന് പറയുന്ന ഈ വരയെ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെ, അത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം, കുഴപ്പമില്ലല്ലോ. അതുപോലെ തന്നെ ഈ RS എന്ന് പറയുന്ന വരയും ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ 2 വരയും കോമൺ ആയിട്ട് ആര് കട്ട് ചെയ്തിട്ടുണ്ട്?
ഇവിടെ ആരോ ഒരാൾ കട്ട് ചെയ്തിട്ടുണ്ട്. ആരാ? ഈ കട്ട് ചെയ്ത് പോയ ആളാരാ? കട്ട് ചെയ്ത് പോയത് ഇവിടെ ഒരു കണ്ടോ ഒ വി എന്ന് പറയുന്ന ലൈൻ ഉണ്ടോ? ഇല്ല. ക്യു വി എന്ന് പറയുന്ന ഒരു ലൈനും ഉണ്ട്. അതുപോലെ എസ് യു എന്ന് പറയുന്ന ലൈനും ഉണ്ട്. ഈ രണ്ട് ലൈൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ രണ്ട് സമാന്തര വരകളെയും കട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ചില പ്രത്യേക തരം കോണുകൾ രൂപപ്പെടും. അതെങ്ങനെ ആ കോണുകൾ രൂപപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ്ടോ ഇവിടെ ഒരു 110 ഡിഗ്രി കോണില്ലേ? അതേ സ്ഥാനം അലങ്കരിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു കോൺ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതേ സ്ഥാനത്ത് വരുന്ന ഒരു കോണ് എന്നുള്ള രീതിയിൽ അതേ ചരിവോടുകൂടി നമ്മൾ അതേ ലൈൻ വെച്ച് കട്ട് ചെയ്ത ഒരു കോണുണ്ടോ? ഇല്ല. പക്ഷേ ഇത് കണ്ടോ ഇവിടെ ഒരു കോണുണ്ട്. ഈ ഒരു കോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 110 ഡിഗ്രിയുടെ ബാലൻസ് ആയിരിക്കും. അതായത് 180ൽ നിന്ന് ആരെ കളഞ്ഞാൽ മതി? നമ്മൾ ഈ 110നെ അങ്ങ് കളഞ്ഞാൽ മതി. അപ്പൊ ബാക്കി ഇവിടെ വരുന്ന കോണളവ് എന്തായാലും 70 ഡിഗ്രി ആയിരിക്കും അല്ലെ? അതുപോലെ ഇവിടെ ഒരു 130 ഉള്ളത് കൊണ്ട് തന്നെ ദാ ഇവിടത്തെ കോണളവ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? ഉറപ്പായിട്ടും അവിടത്തെ കോണളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ വരുന്ന കോണ് മസ്റ്റ് ആയിട്ട് ആരായിരിക്കും? പറഞ്ഞേടാ. ആ ഇവിടെ 130 വന്നു. അപ്പൊ 130 കണക്ട് ചെയ്ത് ഇവിടുത്തെ 70നെ എഴുതാൻ പറ്റുമോ? ഇല്ല. ഇവിടെ 130 ആണെങ്കിൽ ഇവിടത്തെ കോണളവ് എന്ന് പറയുന്നത് 50 ഡിഗ്രി ആയിരിക്കും. മാത്രമല്ല ഇവിടെ 110 വന്നതുകൊണ്ടേ ഇതിന്റെ ഉള്ളിലുള്ള കോൺ എന്തായിരിക്കും? ദാ ഈ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ളത് അത് ഉറപ്പായിട്ട് 70 നമ്മൾ ഈ പറഞ്ഞ 70 ആയിരിക്കും അല്ലെ? അതുകൊണ്ട് തന്നെ ഇവിടെ 130 വന്നതുകൊണ്ട് ഇവിടെ 50 ആയിരിക്കും. അതുകൊണ്ടുള്ള നമുക്ക് ഇവിടുത്തെ ഉപകാരം എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ 50 70 വന്നിട്ടുള്ളത് കൊണ്ട് 50ഉം 70ഉം കൂടെ ചേർന്നാൽ എത്ര വരുന്നുണ്ട്? 50ഉം 70ഉം കൂടെ ചേർന്ന് 120 വരുന്നുണ്ട്. അതിന്റെ മിച്ചമാണല്ലോ ഇവിടത്തെ കോണളവ് ആണ്. അപ്പൊ ഇവിടത്തെ കോണളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 പോയിട്ട് ബാക്കി എത്ര ആയിരിക്കും വരുന്നേ? മൊത്തം ഒരു ട്രയാങ്കിളിൽ 180 ആണ്. 180ൽ ഈ 120 പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന കോണളവ് എത്രയുടെ മക്കളെ? പറ. 60 ആയിരിക്കും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടത്തെ കോണളവ് 60 ഡിഗ്രി ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന കോണളവ് 60 ഡിഗ്രി ആയിരിക്കും. ഇത് രണ്ടും 60 ആണെങ്കിൽ ദാ ഇവിടത്തെ കോണളവ് ദാ ഈ കോണ് 60 ആണെങ്കിൽ ഇവിടത്തെ കോണ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും 120 വരണ്ടേ? അത്രേ ഉള്ളൂ. 120 ഡിഗ്രി ആയിരിക്കും. 120 ആയിരിക്കും. അപ്പൊ അവിടുത്തെ കോണളവ് എത്രയാണ്? 120. അപ്പൊ ആ ഇമേജ് കൃത്യമായി മനസ്സിലാക്കിക്കോ. അതിനകത്ത് ഒരു എക്സ്റ്റൻഷൻ വേണമെങ്കിൽ വരച്ചു ചേർക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കണമെന്നില്ല. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു വരയിടുക, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വരയിടുക അല്ലെ? ഈ രണ്ട് വരകൾ ഇടുമ്പോൾ നമുക്ക് അതിനകത്തുള്ള കോണുകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ 110 വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടത്തെ കോണിനെ എന്താന്ന് എടുക്കാൻ പറ്റും? ഉറപ്പായിട്ടും ബാക്കി വരുന്ന 70 ആയി എടുക്കാൻ പറ്റും. ഇവിടെ 130 വന്നതുകൊണ്ട് തന്നെ ഇവിടത്തെ കോണളവിനെ നമുക്ക് എന്തായിട്ട് പരിഗണിക്കാൻ പറ്റും? 50 ആയിട്ട് പരിഗണിക്കാൻ പറ്റും. ഇവിടെ 70 വന്നതുകൊണ്ട് തന്നെ അല്ലെ ദാ ഇവിടെ വരുന്ന ഈ ഒരു അളവിനെയും നമുക്ക് ആ ഒരു കോണിനെയും നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം? 70 ഡിഗ്രി ആയി പരിഗണിക്കാൻ പറ്റും അല്ലെ? അപ്പൊ അത് 70 ആണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ട് 50 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 70ഉം 50ഉം അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ 70ഉം 50ഉം കൂടെ എത്ര ആയിട്ടുണ്ട്? 120 ആയിട്ടുണ്ട്. ആണോ? ഇപ്പൊ രണ്ട് സ്ഥലത്തും 120 പറഞ്ഞാൽ ഇവിടത്തെ കോണ് 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പൊ ആ ഒരൊറ്റ കോണ് കിട്ടിയാൽ തന്നെ നമുക്ക് ഇവിടത്തെ കോണ് എത്രന്ന് എഴുതാൻ പറ്റും? 120 എന്ന് എഴുതാൻ പറ്റൂലേ? പറ്റും. അങ്ങനെ നമുക്ക് 120ലേക്ക് എത്തിച്ചേരാം. ഒരു കുഴപ്പമില്ല. ഇമേജ് കൃത്യമായി ഫോക്കസ് ചെയ്ത് ചെയ്യാം. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ശരി, അടുത്തൊരു ചോദ്യം. 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 72 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ ട്രെയിൻ 500 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര? 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഉണ്ട്. ഇതിന്റെ വേഗത 72 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, ഇതിന് ഒരു 500 മീറ്റർ നീളമുള്ള പാലത്തെ കടന്നു പോകണം. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിന് സഞ്ചരിക്കേണ്ട ആദ്യം ഡിസ്റ്റൻസ് നമ്മൾ കണക്കാക്കി വെക്കുക. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 മീറ്റർ ട്രെയിനിന്റെ നീളം, പാലത്തിന്റെ നീളം 500 മീറ്റർ, രണ്ടും കൂടെ ചേർത്തിട്ട് 600 മീറ്റർ എന്ന് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ഇത് എഴുതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി ട്രെയിനിന്റെ വേഗത അറിയാലടാ. സ്പീഡ് എത്രയാ? 72 ആണ്. 72 കിലോമീറ്റർ പെർ അവർ അല്ലേ? ഇതെങ്ങനെ എഴുതും? 72 ഇൻറ്റു 5/18 കണ്ടോ? അപ്പൊ 72നെയും 18നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പൊ 4 5 20 എന്ന് എഴുതാം അല്ലടാ. അപ്പൊ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. അപ്പൊ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൊണ്ടുവന്നു അല്ലേ? അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 600 മീറ്ററും ഇവിടുത്തെ വേഗത എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡും ആണ്. ഇത് കടന്നു പോകാനുള്ള സമയം ടൈം കണ്ടുപിടിക്കണം. ടൈം കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താ?
ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്നാണ്. ദൂരത്തെ വേഗത കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടുത്തെ ദൂരം എത്രയാണ്? 600 ആണ്. ഇവിടുത്തെ വേഗത എത്രയാണ്? 20 ആണ്. 600നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പൊ 600നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 30 എന്നല്ലേ? ആണ്. അപ്പൊ എത്ര സമയം എടുക്കും? 30 സെക്കൻഡ് സമയം. 30 സെക്കൻഡ്സ് ആണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള സമയം. ക്ലിയർ ആയോ? അപ്പൊ 100 മീറ്റർ നീളമുള്ള ട്രെയിൻ 500 മീറ്റർ നീളമുള്ള പാലം കടക്കുന്നു. അപ്പൊ മൊത്തത്തിൽ എത്രയായി? 600 മീറ്റർ ആയി. ഈ 600 മീറ്റർ കടക്കാനുള്ള വേഗത എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ്. ഇത് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മുടെ സമയം കിട്ടി അല്ലേ? അപ്പം 100ഉം 500ഉം കൂടെ ചേർത്ത് 600 മീറ്റർ എന്ന് എഴുതി. ഇവിടുത്തെ വേഗത 72 ആയിരുന്നു. ഇത് കിലോമീറ്റർ പെർ അവർ ആയതുകൊണ്ട് തന്നെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 ആണ് നമ്മൾ കൊടുത്തത്. ആണല്ലോ. ഇപ്പൊ 72ഉം 18ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 4 എന്ന് കിട്ടും. 4 5 20. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 600/20 കൊടുത്തു. 600ൽ എത്ര 20 ഉണ്ട്? 600ൽ 30 എണ്ണം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ 30 സെക്കൻഡ് 30 സെക്കൻഡ്സ് എന്ന് പറയാം. ഉറപ്പിക്കട്ടെ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നല്ലേ? യെസ്. അടുത്തൊരു ചോദ്യം. ഒരു ടാങ്കിൽ 30% വെള്ളമുണ്ട്. 50 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ വെള്ളത്തിന്റെ അളവ് ടാങ്കിന്റെ 40% മാറി. എങ്കിൽ ടാങ്കിന്റെ ഉള്ളളവ് എത്ര ലിറ്റർ ആയിരിക്കും? ഒരു ടാങ്കിൽ 30% വെള്ളം. ഇതിലൊരു 50 ലിറ്റർ വെള്ളം കൂടി നമ്മൾ ഒഴിച്ചപ്പോൾ വെള്ളത്തിന്റെ അളവ് ടാങ്കിന്റെ 40% എത്തിച്ചേർന്നു എന്ന് പറയുന്നു അല്ലേ? എങ്കിൽ ടാങ്കിന്റെ ഉള്ളളവ് എത്രയായിരിക്കും? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 30% എന്ന അളവിനെ 40% എന്ന അളവിലേക്ക് കൊണ്ടുപോയിരിക്കല്ലേ? ഇത് എങ്ങനെ കൊണ്ടുപോയി എന്നാ പറഞ്ഞേ? എത്ര ലിറ്റർ വെള്ള? 50 ലിറ്റർ വെള്ളം ചേർത്തു. അപ്പൊ 50 ലിറ്റർ വെള്ളം ചേർത്തപ്പോ അത് 40%-ത്തിലെത്തി. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക, 30% 40%-ത്തിലേക്ക് പോകണമെങ്കിൽ എത്ര ശതമാനം വർദ്ധിക്കണം? 10% വർദ്ധിക്കണം. ഈ 10% എന്ന് പറയുന്നത് 50 ലിറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ടാങ്കിന്റെ ഉള്ളളവ് എത്ര? ടാങ്കിന്റെ ഉള്ളളവ് എന്ന് പറയുന്നത് 100% അല്ലേ? ആണ്. 10% 50 ആണെങ്കിൽ 100% എന്ന് പറയുന്നത് എന്തായിരിക്കും? 500 ആയിരിക്കും. 500 ലിറ്റർ. അപ്പൊ ഈ ഒരു ടാങ്കിന്റെ ഉള്ളളവ് എന്ന് പറയുന്നത് 500 ലിറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റൂലേ? നല്ല ചോദ്യമാണേ. അപ്പൊ ആ ഒരു ചോദ്യം നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് കൃത്യമായിട്ട് നോക്കുക. 30% ഇപ്പൊ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിനെ 40%-ആയിട്ട് ഉയർത്തി. എത്ര ലിറ്റർ വെള്ളം കൊണ്ടാ? 50 ലിറ്റർ. ഈ 50 ലിറ്റർ എന്ന് പറയുന്നത് 30%-ത്തിൽ നിന്ന് 40ലേക്ക് പോകാനുള്ള വഴിയാണല്ലോ. അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് 10% അല്ലേ? അപ്പൊ 10%-ത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എത്ര ലിറ്ററാ? 50 ലിറ്റർ ആണ്. 10% എന്ന് പറയുന്നത് 50 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ടാങ്കിന്റെ ഉള്ളളവ് എന്ന് പറയുന്നത് എന്തായാലും 100% അല്ലേ? ഇത് കണ്ടെത്തുക എന്നുള്ളതാണ്. 10% 50 ലിറ്റർ ആണെങ്കിൽ 100% എത്ര? ഇത് കണ്ടെത്താൻ ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്യാം? 10% 100%-ത്തിലേക്ക് പോയപ്പോ 50 ലിറ്റർ വന്നിട്ടുണ്ട്. അങ്ങനെയാണോ? അല്ല. 10%-ത്തെ സൂചിപ്പിക്കുന്നത് 50 ലിറ്റർ ആണെങ്കിൽ 100% എത്ര എന്നറിയാൻ നിങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്താലും മതി. എങ്ങനെ? 50 × 100 ഡിവൈഡഡ് ബൈ 10 എന്ന് കൊടുത്തോളൂ. അത്രേ ഉള്ളൂ. ഈ 10 നമ്മൾ വെട്ടിക്കളഞ്ഞു. 5 × 100 എന്ന് പറയുന്നത് എത്രയാണ്? 500. അപ്പൊ ശരിക്കും ടാങ്കിന്റെ ഉള്ളളവ് എത്ര ലിറ്റർ ആണ് എന്ന ചോദ്യത്തിന് 500 എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ചെയ്യാൻ പറ്റില്ലേ? യെസ്. അടുത്തൊരു ചോദ്യത്തിലേക്ക്. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 196 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ആ സമചതുരത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 196 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ആ സമചതുരത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ മിഡ് പോയിന്റ്സ് യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പുതിയൊരെണ്ണം വരയ്ക്കുകയാണ് അല്ലെ? ആ പുതുതായിട്ട് വരയ്ക്കുന്ന ഷേപ്പ് എന്താണ്? അത് സമചതുരം ആകണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ ആയിട്ട് എടുക്കുകയും ചെയ്യാം അല്ലെ? വരച്ചാൽ കിട്ടുന്ന രൂപത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അത് കണ്ടെത്താൻ എന്താ മാർഗം? നിലവിൽ 196 ആണുള്ളത്. അപ്പൊ നിങ്ങൾ ഓർത്തോണേ, ഒരു സമചതുരത്തിന്റെ വശങ്ങളുടെ എല്ലാ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ രൂപം ഉണ്ടാക്കിയാൽ നമുക്ക് ആ കിട്ടുന്ന പുതിയ രൂപത്തിന്റെ എന്താണ് ഏരിയ എന്ന് പറയുന്നത്
ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള എന്താണോ ഏരിയ അതിന്റെ നേരെ പകുതിയായിരിക്കും, ഓർത്തോ കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ചോണേ. ചിലപ്പോ ഈ നടുവിലുള്ള ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്ന നടുവിലുള്ള ആ രൂപത്തിന്റെ ഏരിയ തന്നിട്ടായിരിക്കും നിങ്ങളോട് എന്ത് ചെയ്യുന്നത്, ഈ വലിയ രൂപത്തിന്റെ ഏരിയ ചോദിക്കുന്നത്. ഇപ്പൊ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഈ വലിയ രൂപം 196 ഇതിനെന്ത് ചെയ്യാം, നേരെ പകുതി അങ്ങ് എടുത്താൽ മതി. 196ന്റെ പകുതി എന്ന് പറയുന്നത് എന്തായിരിക്കും, 98 ആയിരിക്കും, 98. കണ്ടോ, ഇത്രേ ഉള്ളൂ സംഭവം. 98 സെന്റിമീറ്റർ സ്ക്വയർ എന്നെടുക്കാം, ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 196 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതിന് എന്താക്കി എടുക്കണം, നമുക്ക് ഇതിന്റെ നേരെ പകുതിയാക്കി എടുത്താൽ മതിയാവും. അപ്പൊ 196ന്റെ പകുതി എടുത്തോളൂ. 196ന്റെ പകുതി ആരാ, അത് 98 ആണ്, 98 ആണ്, തെറ്റിപ്പോകരുത്. സിമ്പിൾ അല്ലേ, ചെയ്തെടുക്കാൻ പറ്റുന്നതാണല്ലോ. ആണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. ഒരു രേഖീയ ജോഡിയിലെ കോണുകൾ 4:5 എന്ന അംശബന്ധത്തിലായാൽ അവയിലെ ചെറിയ കോണിന്റെ അളവ് എത്ര? ഒരു രേഖീയ ജോഡിയിലെ കോണുകൾ 4:5 എന്ന അംശബന്ധത്തിലാണ്, എന്നാൽ അവയിലെ ചെറിയ കോണിന്റെ അളവ് എത്ര എന്നാണ്. രേഖീയ ജോഡി എന്ന് വെച്ചാൽ എന്താ, ഒരു രേഖയുടെ പുറത്തുള്ള കോണിനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ചാൽ അവിടെ കിട്ടുന്ന ഈ ഒരു ജോഡി കോണില്ലേ, ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, രേഖീയ ജോഡി. ഫോർ എക്സാമ്പിൾ, ഇവിടുത്തെ അളവ് എയും ഇവിടുത്തെ അളവ് ബിയും ആണെന്ന് വിചാരിക്കും. ഈ എയും ബിയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം, 180 കിട്ടണം. ഈ കിട്ടുന്ന 180 ഈ എയെയും ബിയെയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് രേഖീയ ജോഡി. അപ്പൊ രേഖീയ ജോഡിയിലെ കോണുകൾ 4:5 എന്ന അംശബന്ധത്തിലാണ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കോണുകൾ ആരൊക്കെയാണ്, 4ഉം 5ഉം. അപ്പൊ ഇതെങ്ങനെ എഴുതാം, 4x 5x ഇങ്ങനെ എഴുതാമല്ലോ അല്ലെ. അപ്പൊ ഈ 4x 5x കൂടെ കൂട്ടുമ്പോ നമുക്ക് 9x എന്ന് കിട്ടുന്നുണ്ട് അല്ലെ. ഇവരെ കൂട്ടുമ്പോഴാണല്ലോ 180 ഡിഗ്രി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണേ, രേഖീയ ജോഡിയിലെ ആ ഒരു ജോഡി കോണുകളുടെ ആകെ തുക എന്ന് പറയുന്നത് 180 ആണ്. നമുക്ക് തന്നിരിക്കുന്ന അംശബന്ധം 4:5 ആണ്. അപ്പൊ 4ഉം 5ഉം 4x 5x കൂട്ടിയാൽ 9x കിട്ടും. ഇത് 180 ആണ്. അപ്പൊ എക്സിന്റെ വില എന്ത് എന്ന ചോദ്യത്തിന് 180/9 എന്ന് കൊടുത്തോളൂ. 180നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാ. അപ്പൊ എത്ര കിട്ടുന്നുണ്ടാവും, 20 എന്ന് കിട്ടും, 20 എന്ന് കിട്ടുന്നുണ്ടാവും. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് 20 ഓപ്ഷനിലുണ്ടോന്ന് തപ്പി പോകരുത്, സമയമായിട്ടില്ല. നമുക്ക് ചെറിയ കോണിന്റെ അളവ് വേണം കേട്ടോ. 2 കോണുണ്ട്, 4x 5x. അപ്പൊ ഇതിലെ ചെറിയ കോൺ ആരാ, 4x അല്ലേ. അപ്പൊ ചെറിയ കോൺ ആരാണ് എന്ന് ചോദിച്ചാൽ 4 × 20 എന്ന് കൊടുത്താൽ മതി. എക്സിന്റെ വിലയാണല്ലോ 20. അപ്പൊ 4 × 20 എന്ന് പറയുന്നത് എത്രയാണ്, 80 ആണ്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിലെ ചെറിയ കോൺ എന്ന് പറയുന്നത് 80 ഡിഗ്രി എന്ന് നമ്മൾ എടുത്തു. വലിയ കോൺ ചോദിച്ചാൽ 5 × 20 എടുത്താൽ പോരെ. 5 × 20 എന്ന് വെച്ചാൽ ആരാ, 100. ക്ലിയർ ആയോ? അപ്പൊ ഒരു രേഖീയ ജോഡി എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു വരയിൽ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള കോണളവുകളെയാണല്ലേ നമ്മൾ രേഖീയ ജോഡി എന്ന് പറയുന്നത്. ശരിയാ. അപ്പൊ ഈ രേഖീയ ജോഡിയിലെ കോണുകൾ 4:5 എന്ന അംശബന്ധത്തിലായാൽ അവയിലെ ചെറിയ കോണിന്റെ അളവ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഇത്ര ചെയ്യുന്നുള്ളൂ, രേഖീയ ജോഡിയിലെ ആകെ കോണളവ് 180 ഡിഗ്രി ആണല്ലോ. ആണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യാ, 5ഉം 4ഉമായി മുറിക്കാന്നല്ലേ. 5 4 9 ആയിട്ട് മുറിക്കാം. 180നെ 9 കൊണ്ട് മുറിച്ചാൽ നമുക്ക് എത്ര കിട്ടും, 20 എന്ന് കിട്ടും അല്ലെ. ഇപ്പൊ ഇതിലെ ചെറിയ കോണ് കണ്ടുപിടിക്കാൻ എന്താ മാർഗം, 5ഉം 4ഉം, ഇതിലെ ചെറിയ വാല്യൂ 4 അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, 20 × 4 എന്ന് കൊടുക്കാം. 20നെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന 80 എന്നല്ലേ. അതുകൊണ്ട് തന്നെ ചെറിയ കോണിന്റെ അളവ് 80. വലിയ കോണിന്റെ അളവാണെങ്കിലോ 20 × 5 കൊടുത്താൽ മതി. അതെത്രയാ, 100. തെറ്റിപ്പോവോ? ഓക്കെ ആണോ? യെസ്. അടുത്തൊരു ചോദ്യം. 2/21 + 2/21 = 4/n ആയാൽ n-ന്റെ വില എത്ര? എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യും, ഓപ്ഷനകത്ത് ഒരു ഭാവഭേദവും ഇല്ലാതെ തന്നെ 21ഉം 21ഉം കൂടെ കൂട്ടിയിട്ടുള്ള 42 തന്നിരിക്കുകയും ചെയ്യും. നമ്മൾ ചെന്ന് അടിക്കുകയും ചെയ്യും. സംഭവം തെറ്റിപ്പോവും. ശ്രദ്ധിച്ചോണേ. അപ്പൊ തന്നിരിക്കുന്ന 2/21ഉം 2/21ഉം തമ്മിൽ കൂട്ടാനാ. അപ്പൊ നിങ്ങൾ തന്നെ വെറുതെ ആലോചിച്ച് നോക്കിയേ, ഈ എക്സിനോട് എക്സ് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 2x എന്നല്ലേ, 2x എന്നാണല്ലോ. ആണ്. അതുപോലെ ഇവിടെ തന്നിരിക്കുന്നുണ്ടോ, 2/21നോട് 2/21 കൂട്ടിയാൽ എന്ത് കിട്ടും? എക്സിനോട് എക്സ് കൂട്ടിയാൽ 2x കിട്ടുമെങ്കിൽ 2/21ഉം 2/21ഉം കൂട്ടിയാൽ നമുക്ക് 2 × 2/21 എന്ന് എഴുതാൻ പറ്റില്ലേ.
എക്സും എക്സും കൂട്ടിയാൽ 2x ആണെങ്കിൽ 2 റൈസ് ടു 21 2 റൈസ് ടു 21 കൂട്ടിയാൽ 2 × 2 റൈസ് ടു 20. ഇപ്പൊ 2 അല്ലെ, ഇത് നമുക്ക് 2 റൈസ് ടു 1 എന്ന് എഴുതാം. 2 × 2 റൈസ് ടു 21 എന്ന് വെച്ചാൽ 2 റൈസ് ടു 22 എന്ന് എഴുതാൻ പാടില്ലേ? മനസ്സിലായോ? ഞാൻ ഇങ്ങനെ ഇത്രയും ഡെക്കറേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? നമുക്ക് ഇതിനെ 4ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ 2 റൈസ് ടു 22 ആരാണ് എന്ന് നോക്കണം. 2 റൈസ് ടു 22 നമുക്ക് 4ന്റെ ആധാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് 2 റൈസ് ടു 22 നമുക്ക് 2 റൈസ് ടു 2 × 11 എന്ന് എഴുതിക്കൂടെ? 2 റൈസ് ടു 22 2 റൈസ് ടു 2 × 11 എന്ന് എഴുതാമല്ലോ. ഇതിനെ തന്നെ നമുക്ക് 2 റൈസ് ടു 2 4 4 റൈസ് ടു 11 എന്ന് എഴുതാം അല്ലെ. ഇതിനെയാണ് 4n എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ n-ന്റെ വില എന്താണ്, അല്ലെങ്കിൽ n ആരാണ് എന്ന് ചോദിച്ചാൽ അതിനെ 11 എന്ന് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. ഓക്കെ ആണോ? അപ്പൊ 2 റൈസ് ടു 21 2 റൈസ് ടു 21 തമ്മിൽ കൂട്ടുമ്പോ 2 × 2 റൈസ് ടു 21 ആണ് കിട്ടുന്നത്. അറിയാലോ, 2 റൈസ് ടു 21 2 റൈസ് ടു 21 തമ്മിൽ കൂട്ടുമ്പോ 2 × 2 റൈസ് ടു 21 എന്ന് കിട്ടും. ഇതിന്റെ പവറിൽ 1 ആണ് വരുന്നത്. അപ്പൊ 2 റൈസ് ടു 1 × 2 റൈസ് ടു 21. അപ്പൊ ഇവരെ ചേർത്താൽ 2 റൈസ് ടു ഈ 1ഉം ഈ 21ഉം കൂടെ കൂട്ടിയിട്ടേ 22 എന്ന് എഴുതാൻ പാടില്ലേ? എഴുതാം. നമുക്ക് ഇവിടെ വേണ്ടത് ഇത് 4ന്റെ പവറിലാണ് വേണ്ടത്. ഇതിപ്പോ 2ന്റെ പവറിലാണ് കിടക്കുന്ന. ഇത് നമുക്ക് 2 റൈസ് ടു 2 ഹോൾ റൈസ് ടു 11 എന്ന് എഴുതാമല്ലോ. 2 റൈസ് ടു 22-നെ 2ന്റെ സ്ക്വയർ ഹോൾ റൈസ് ടു 11 എന്ന് എഴുതാം. 2ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 4 4 റൈസ് ടു 11 എന്നല്ലേ അല്ലെ. അപ്പൊ n-ന്റെ വില എന്ത് എന്ന ചോദ്യത്തിന് 4 അല്ല ഉത്തരം എഴുതേണ്ടത്, 11. എന്റെ പവറിൽ വരുന്ന 11 ഉത്തരം എഴുതാം. നല്ല ചോദ്യമാണ്, സിമ്പിൾ ചോദ്യമാണ്. നമ്മൾ പക്ഷേ ഇത് മറ്റൊരു ആംഗിളിൽ ചിന്തിച്ച് കൊളവാക്കാൻ സാധ്യതയുണ്ട്. അടുത്തൊരു ചോദ്യം, 1000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്ക് നീളം 2 മീറ്ററും വീതി 1 മീറ്ററും ആണെങ്കിൽ അതിന്റെ ഉയരം എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാം നീളവും വീതിയും ഉയരമുള്ള ടാങ്കിന്റെ ഷേപ്പ് എന്തായിരിക്കും? ചതുരപ്പെട്ടി ആയിരിക്കും അല്ലേ. ചതുരപ്പെട്ടി ആയിട്ടുള്ളതായിരിക്കും എന്ത്? ഇതിന്റെ എന്ത്? വ്യാപ്തം അല്ലെങ്കിൽ വോളിയം. അപ്പൊ ഇതിന്റെ വോളിയത്തിൽ എന്തൊക്കെ വരുന്നുണ്ടാവും? LBH, നീളം വീതി ഉയരം, ഇത്ര ഉണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് 10,000 ലിറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. 1000 ലിറ്റർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1 മീറ്റർ ക്യൂബിനെയാണ് 1 മീറ്റർ നീളം 1 മീറ്റർ വീതി 1 മീറ്റർ ഉയരമുള്ള ഒരു പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇതിനകത്ത് 1000 ലിറ്റർ വെള്ളം കൊള്ളും. എന്നാൽ 10,000 ലിറ്റർ വരുമ്പോ ഈ 1 മീറ്റർ ക്യൂബ് അല്ല നമുക്ക് വേണ്ടത്, 10 മീറ്റർ ക്യൂബ് വേണം. അപ്പൊ 10 മീറ്റർ ക്യൂബ് കപ്പാസിറ്റി ഉള്ള ഒരു പാത്രത്തിൽ 10,000 ലിറ്റർ ആണെന്ന് നമുക്കറിയാലോ. കണ്ടോ? അപ്പൊ ലിറ്ററിലുള്ളതിനെ നമുക്ക് മീറ്റർ ക്യൂബിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് 10,000 ലിറ്റർ ആണ്. 10,000-നെ ഞാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 10 എന്നാണ്. ഇതെന്താണ്? 10 മീറ്റർ ക്യൂബ് ആണ്. ഈ 10 മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന ആരാണ് ശരിക്കും? വോളിയാണ്, ടാങ്കിന്റെ വോളിയം. ഈ ടാങ്കിന്റെ വോളിയത്തിൽ ആരൊക്കെ ഉണ്ട്? നീളവും വീതിയും ഉയരവും ഉണ്ട് അല്ലെ. ഇവിടുത്തെ നീളം 2 മീറ്റർ, വീതി 1 മീറ്റർ, ഉയരം എത്ര എന്നല്ലേ ചോദ്യം. ഇവിടുത്തെ നീളം 2, വീതി 1, ഉയരം അല്ലെ. ഇത് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ h നമുക്ക് ഉയരം നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ 10/2 എന്ന് കൊടുത്താൽ പോരെ. 10-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 5 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉയരം എത്ര എന്ന ചോദ്യത്തിന് 5 എന്ന് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പൊ ചെയ്ത ഇത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ ടാങ്കിന്റെ കപ്പാസിറ്റി 10,000 ലിറ്റർ ആയിരുന്നു. ഈ 10,000 ലിറ്ററിനെ നമ്മൾ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്തറ മക്കളെ? പറഞ്ഞേ, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. 10,000-നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 10 മീറ്റർ ക്യൂബ് എന്നാണ്. ഇവിടുത്തെ നീളം 2 മീറ്റർ, വീതി 1 മീറ്റർ, ഉയരം നമുക്ക് എങ്ങനെ കണ്ടെത്താം അല്ലെ. ഉയരം കണ്ടെത്താൻ എന്ത് ചെയ്യാം? ഇവിടുത്തെ വോളിയമായ 10-നെ നീളവും വീതിയും കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നീളം 2, വീതി 1, 2 × 1 2 തന്നെയാണ്. അപ്പൊ 10-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 5 എന്നല്ലേ. കിട്ടി. ഇത്രേ ഉള്ളൂ സംഗതി, 5.
അതിന്റെ ഉയരം എന്ന് പറയുന്നത് എത്ര മീറ്ററാ? 5 മീറ്റർ. തെറ്റിപ്പോവല്ലേ. യെസ്. അടുത്തൊരു ചോദ്യം. ഒരു ചതുരത്തിന്റെ നീളം 50% കൂട്ടി. ചതുരത്തിന്റെ പരപ്പളവ് മാറാതിരിക്കണമെങ്കിൽ വീതി എത്ര ശതമാനം കുറയ്ക്കണം? ഇത് നമ്മൾ ശതമാനമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പഠിക്കാറുള്ളതാണ്. ഒരാളുടെ വരുമാനം മറ്റൊരാളുടെ വരുമാനത്തെക്കാൾ ഇത്ര ശതമാനം കൂടുതലാണ്, എന്നാൽ തിരിച്ച് എത്ര ശതമാനം കുറവാണ് എന്നുള്ള രീതിയിൽ ചോദ്യം വരാറില്ലേ? യെസ്. അപ്പൊ അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പതിവായിട്ട് എന്താ ചെയ്യുക? ചതുരത്തിന്റെ നീളം 50% കൂടുന്നു, എന്നാൽ പരപ്പളവിൽ വ്യത്യാസം വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ വീതി എത്ര ശതമാനം കുറയ്ക്കണം എന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇവിടെ എത്ര കൂടിയെന്ന് നോക്കുക. എത്ര കൂടി? 50. ഓക്കെ. അപ്പൊ ഈ കൂടിയ വാല്യൂവിനെ നമ്മൾ 100നോട് കൂട്ടി അങ്ങ് എഴുതാം. 50 കൂടിയത്. അപ്പൊ ഈ 50 100നോട് കൂട്ടി അങ്ങ് എഴുതാം. അപ്പൊ 100നോട് 50 കൂട്ടിയാൽ എത്ര കിട്ടും? 150 എന്ന് കിട്ടും അല്ലെ? എന്നിട്ട് ഇതിനെ 100 കൊണ്ട് ഗുണിക്കുക. ഇതിന്റെ ആവശ്യമുള്ളേ. ഇനി കുറഞ്ഞു എന്നാണ് തരുന്നതെങ്കിൽ താഴെ എന്ത് ചെയ്യുക? കുറഞ്ഞ വാല്യൂ 100ൽ നിന്ന് കുറച്ചെഴുതുക. ഇവിടെ 50 കൂടിയെന്നാണ്. അപ്പൊ 50 നമ്മൾ എവിടെ എഴുതി? 100നോട് 50 കൂട്ടിയിട്ട് താഴെ എഴുതി. എന്നിട്ട് 100 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഈ 50ഉം ഈ 150ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 3 എന്ന് കിട്ടൂലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം 100/3 എന്നാണ്. 100/3. 100ൽ എത്ര 3 ഉണ്ട്? 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 33 1/3 എന്ന് കിട്ടുമോ? അപ്പൊ 33 1/3 അല്ലെ? അപ്പൊ എത്ര ശതമാനം കുറയ്ക്കണം എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ ഉത്തരം. ഒരു ചതുരത്തിന്റെ നീളം 50% കൂട്ടി. അപ്പൊ ഇതിന്റെ പരപ്പളവിൽ വ്യത്യാസം വരാതിരിക്കാൻ എത്ര ശതമാനം കുറയ്ക്കണം എന്ന് ചോദിച്ചാൽ 50 അതുപോലെ അങ്ങ് എഴുതാം. ഓക്കെ. എന്നിട്ട് അവിടെ കൂട്ടി എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? ആണ്. 50 എത്രയോട് കൂട്ടണം? നോർമൽ ആയിട്ടുള്ള അളവ്, നോർമൽ ആയിട്ടുള്ള ഏതൊരു അളവിനെയും നമ്മൾ അല്ലെ ടോട്ടൽ വാല്യൂവിനെ 100 എന്നാണ് എടുക്കുക. 100ൽ അല്ലേ ഈ വർധന വന്നേ? അപ്പൊ അതുകൊണ്ട് 150 എന്ന് അവിടെ എഴുതി. ഇൻറ്റു 100 എന്ന് കൊടുത്തു അല്ലെ? അപ്പൊ 50ഉം 150ഉം കൂടെ ക്യാൻസൽ ചെയ്തപ്പോ നമുക്ക് 3 കിട്ടി. അപ്പൊ 100/3 ആണ് നമ്മുടെ ഉത്തരം. 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 100ൽ 3 ഉണ്ടോ? ഉണ്ട്. എത്രയാ? 33 1/3. 33 1/3. സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. ചെയ്തെടുത്തോ? ഓക്കെ അല്ലേ? യെസ്. അടുത്തൊരു ചോദ്യത്തിലേക്ക്. ഒരു നിശ്ചിത ശതമാനം സാധാരണ പലിശ കണക്കാക്കുമ്പോൾ 5 വർഷം കൊണ്ട് 3000 രൂപ 3600 രൂപയായിട്ട് മാറി. പലിശ നിരക്ക് 1% വർദ്ധിപ്പിച്ചാൽ 5 വർഷത്തേക്ക് ആകെ പലിശ എത്ര രൂപയാകും? ചോദ്യം ഒന്ന് കൃത്യമായിട്ട് വായിക്കാം. പലിശ നിരക്കെന്ന് നമുക്കറിയില്ല. 3000 രൂപ 5 കൊല്ലം കൊണ്ട് 3600 ആയി എന്ന് മാത്രമേ നമുക്കറിയൂ. ഓക്കെ ആണല്ലോ? സാധാരണ പലിശയാണ്. അതുകൊണ്ട് വലിയ ടെൻഷനൊന്നും വേണ്ട. പലിശ നിരക്ക് 1% വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. എത്ര കൊല്ലത്തേക്ക്? 5 വർഷത്തേക്ക്. അപ്പൊ ആ പലിശ എത്ര രൂപയായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിച്ചേ. 3000 രൂപ എന്നുള്ളത് 3600ലേക്ക് എത്തി. എത്ര കൊല്ലം കൊണ്ടാ? 5 കൊല്ലം കൊണ്ട്. ഇവിടെ ഒരു വർധനവ് വരുന്നുണ്ട്. എത്ര ശതമാനത്തിന്റെ? 1% വർധനവ് അല്ലെ? എത്ര കൊല്ലം എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിവിടെ പലിശ നിരക്ക് കണ്ടുപിടിച്ച് വെറുതെ സമയം കളയരുത്. വർധനവ് മാത്രം എഴുതുകയാണേ. 1% വർധനവ് എത്ര കൊല്ലം? 5 കൊല്ലം. 1 കൊല്ലത്തേക്ക് 1% ആണെങ്കിൽ 5 കൊല്ലമായപ്പോ 5% അല്ലേ? അതങ്ങോട്ട് എഴുതുക. 1% വീതം 5 കൊല്ലമായപ്പോ 5% വർദ്ധിക്കണ്ടേ? വേണം. നമ്മുടെ എമൗണ്ട് 3000 തന്നെയല്ലേ? ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം 3000ന്റെ 5% എടുക്കുക. 3000ന്റെ 5% എടുക്കുക അല്ലെ? അപ്പൊ ഇതെങ്ങനെ എഴുതും? 30 × 5 എന്ന് എടുക്കും. 30 × 5 150. അപ്പൊ ഇവിടുത്തെ വർധനവ് എത്ര എന്ന് ചോദിച്ചാൽ 150 രൂപയാണ് വർധനവ്. മനസ്സിലായോ? കൂടുതൽ എത്ര? നേരത്തെ ഒരു 600 രൂപ. 3000 3600ലേക്ക് പോയപ്പോ 600 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വർദ്ധിപ്പിച്ചപ്പോ 150 രൂപയും കൂടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആകെ പലിശയാണ് ചോദ്യം. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന 600ഉം ഇപ്പൊ എക്സ്ട്രാ കിട്ടിയ 150ഉം കൂടെ ചേർത്ത് വായിച്ചോടാ മക്കളെ. ആകെ 750 രൂപയാണ് ഇവിടുത്തെ പലിശ. സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ ആരുടെ പുറകെ പോകും? പലിശ നിരക്കിന്റെ പുറകെ പോകും. പലിശ നിരക്ക് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാലോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ആ വഴിക്ക് പോകും. പോയാൽ പണിയാണ്. പിടികിട്ടിയോ? അപ്പൊ ഒരുപാട് സമയം നഷ്ടപ്പെടും. ഉത്തരം കിട്ടൂല എന്നല്ല, ഉത്തരം കിട്ടും, കുറച്ചുകൂടെ സമയം എടുക്കും കേട്ടാ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് 5 വർഷം കൊണ്ട് 3000 രൂപ 3600 ആയിട്ട് മാറി എന്ന് വെച്ചാൽ എത്ര കൂടി? 600 രൂപ കൂടി എന്ന് വെച്ചാൽ അവിടുത്തെ പലിശ നിലവിൽ 600 ആണ്.
ഇനി 1% വീതം 5 വർഷത്തേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് പലിശ. അപ്പൊ 1% വീതം 5 വർഷമായപ്പോൾ മൊത്തം എത്ര ശതമാനമായി? 5% ആയിട്ടുണ്ട്. ആണല്ലോ. ഇനി നമുക്ക് ഈ 5% വർദ്ധിപ്പിക്കണ്ടേ? വേണം. നമ്മുടെ 3000 രൂപയുടെ എത്ര ശതമാനം എടുക്കുക? 5% എടുക്കുക. 3000ന്റെ 10% 300 ആണല്ലോ. അപ്പൊ 5% എന്ന് പറയുമ്പോൾ എത്ര മതി? 150 പോരെ? അപ്പൊ 150 രൂപ എക്സ്ട്രാ. അധികം കിട്ടുന്ന 150. ഓൾറെഡി 600 കിട്ടുന്നുണ്ട്. ഈ 150 കൂടെ ചേർത്ത് എഴുതുക. മൊത്തം എത്ര കിട്ടണം? അപ്പോ 750 എന്ന് കിട്ടണം. 750 ആണ് അവിടുത്തെ ആകെ പലിശ. തെറ്റരുത്. നല്ല ചോദ്യമല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക്. 100 മൈനസ് 99 പ്ലസ് 98 മൈനസ് 97 പ്ലസ് എക്സെട്ര പ്ലസ് 2 മൈനസ് 1 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു നമ്പർ സീരീസ് ആണ് അല്ലേ? ഇത് കാണുമ്പോൾ നമ്മളൊന്ന് ഭയപ്പെടുമെങ്കിലും അത്ര വലിയ സംഭവമൊന്നും ഇല്ല. നിങ്ങൾ വെറുതെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ. 100 മൈനസ് 99. അത് കഴിഞ്ഞ് വരുന്നത് 98 മൈനസ് 97. അടുത്ത് വരുന്നത് 96 മൈനസ് 95. ഇങ്ങനെ ഏതുവരെ പോയിട്ടുണ്ട്? 2 മൈനസ് 1 വരെ പോയിട്ടുണ്ട്. ഇവിടെ നോക്ക്. 100 99 98 97 96 95. ഇങ്ങനെ ഏതുവരെ പോയിട്ടുണ്ട്? 2 മൈനസ് 1. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഐഡന്റിറ്റിയാണ് A² മൈനസ് B². കേട്ടിട്ടുണ്ടോ? എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? A² മൈനസ് B² എന്ന് വെച്ചാൽ ആക്ച്വലി A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്നല്ലേ? ഇങ്ങനെ എഴുതാൻ അറിയാലോ? അറിയാം. അപ്പൊ ആ ഒരു റൂള് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം. അപ്പൊ 100ന്റെ സ്ക്വയറിൽ നിന്ന് 99ന്റെ സ്ക്വയർ കുറയ്ക്കുന്നതിന് പകരം 100ഉം 99 തമ്മിൽ കൂട്ടാം. 100ഉം 99 തമ്മിൽ കൂട്ടിയാൽ 199 അല്ലേ? അതായത് A പ്ലസ് ബി. ഇനി ഇവരെ തമ്മിൽ കുറയ്ക്കുക. എത്ര കിട്ടും? 1. അത് തന്നെ എഴുതേണ്ട കാര്യമുണ്ടോ? ഇൻറ്റു 1 എന്ന് വെച്ചാൽ അത് തന്നെയാണ്. ഇനി 98ന്റെ സ്ക്വയറിൽ നിന്ന് 97ന്റെ സ്ക്വയർ കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? 98ഉം 97ഉം തമ്മിൽ കൂട്ടാം. 98ഉം 97ഉം തമ്മിൽ കൂട്ടിയേ. അപ്പൊ എത്ര കിട്ടും? 98 97 തമ്മിൽ കൂട്ടണം. 90ഉം 90ഉം എത്രയായി? 180. പിന്നെ ആര് വരുന്നുണ്ട്? 8ഉം 7ഉം വരുന്നുണ്ട് അല്ലെ? 8ഉം 7ഉം എത്രയാ? 15. ഓക്കെ ആണേ. അപ്പൊ 195 എന്ന് കിട്ടിയിട്ടുണ്ട്. ആണല്ലോ. അടുത്തത് 96 95. കണ്ടോ? അപ്പൊ 96ഉം 95 തമ്മിൽ കൂട്ടണം. അപ്പൊ എങ്ങനാ? 90ഉം 90ഉം 180. 5ഉം 6ഉം 11. അപ്പൊ എത്ര കിട്ടി? 191. കണ്ടോ? ഇങ്ങനെ നമുക്ക് താഴേക്ക് എഴുതി വരാം. എഴുതി വരുമ്പോൾ അവസാനം എവിടെ വന്ന് നിൽക്കും? 2ഉം 1ഉം 3ൽ വന്ന് നിൽക്കും. മനസ്സിലായോ? അപ്പൊ ഇതൊരു ശ്രേണിയാണ്. എന്ത് ശ്രേണിയാ? 199 195 191 100. അടുത്ത താഴേക്ക് വരുമ്പോൾ എന്ത് വരണം? അവിടുത്തെ ഗ്യാപ്പ് നോക്കിയാൽ മതി. അവിടെ എത്ര? 4 4 4 വീതം കുറഞ്ഞു വരികയല്ലേ? അപ്പൊ 199 195 191 4 കുറച്ചാൽ 187 4 കുറച്ചാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എവിടെ വരെ പോകുന്നുണ്ട്? 3 വരെ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? 3 വീതം കുറഞ്ഞു പോവാണ്. -3 ആണ്. അപ്പൊ ഈ ഒരു ശ്രേണിയെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിലോ അത് തിരിച്ച് ഇങ്ങനെ എഴുതാം. 3 4 കൂട്ടിയാൽ 7 4 കൂട്ടിയാൽ 11 4 കൂട്ടിയാൽ 15. ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ 191 195 അല്ലേ? 199 എന്നുള്ള രീതിയിലാണ് ഈ ഒരു ശ്രേണി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ തുക കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത് തുക കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? സമാന്തര ശ്രേണി പഠിച്ചിട്ടുണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രേഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രേഷന്റെ ആദ്യ പദവും നമുക്കറിയാം, അവസാന പദവും അറിയാം, പൊതുവ്യത്യാസവും അറിയാമെങ്കിൽ എത്ര പദങ്ങളുണ്ട് എന്ന് കണ്ടുപിടിച്ചൂടെ? ആണ്. അപ്പൊ ഇവിടെ പദങ്ങളുടെ എണ്ണം n എങ്ങനെ കണ്ടെത്താം? 199ൽ നിന്ന് ആദ്യ പദമായ 3നെ കുറയ്ക്കുക. അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക. ഇനി ഇവിടെ ഒരു പൊതുവ്യത്യാസം ഇല്ലേ? നമ്മൾ നേരെ തിരിച്ചാ എഴുതിയിരിക്കുന്നത്. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ 4ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1 കൂട്ടുക. പിന്നെ അത് എത്ര പദങ്ങളുണ്ട് എന്നറിയാൻ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക. സമാന്തര ശ്രേണി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക, എന്നിട്ട് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക, 1 കൂട്ടുക അല്ലെ? 199 3 പോയാൽ എത്ര കിട്ടും? 196 എന്ന് കിട്ടും. 196നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അവിടെ 1 കൂട്ടിയാൽ മതി.
200നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 50 കിട്ടും. അപ്പൊ 196നെ ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 49 എന്ന് കിട്ടും. അപ്പൊ 49 ഒന്നും 50. അപ്പൊ എത്ര പദങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 50 പദങ്ങളുണ്ട്. ഇവിടുത്തെ തുക നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണേ. ഈ 50 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? n/2 ഇൻറ്റു x1 പ്ലസ് xn അല്ലേ? xn1 പ്ലസ് xn എന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ പദം 50ാമത്തെ പദം. ഇത് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ 50/2 അവിടെ കൊടുത്തോളൂ. ആദ്യ പദം ആരാ? 3. അവസാനത്തെ പദം ആരാ? 199. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 50/2 ഇൻറ്റു അല്ലെ 199ഉം ഈ 3ഉം കൂടെ ഒന്ന് കൂട്ടി എഴുതണം മക്കളെ. 199നോട് 3 കൂട്ടി എഴുതിക്കോ. എത്ര കിട്ടി? 202 എന്ന് കിട്ടി. അപ്പൊ ഈ കാണുന്ന 2ഉം 202ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 101 കിട്ടിയില്ലേ? 101ഉം 50ഉം കൂടെ ഗുണിച്ചെഴുതിയാൽ മതി. സോ നമ്മുടെ ആൻസർ 50/50 എന്ന് കിട്ടും. 50 50 5050. ഇത് സമാന്തര ശ്രേണിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന്റെ ശരിക്കുള്ള സ്വഭാവം എഴുതിയാൽ മാത്രമേ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത കാര്യത്രേ ഉള്ളൂ. ഇവരെ ഗ്രൂപ്പ് ചെയ്തു. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പിൽ 199, അടുത്ത ഗ്രൂപ്പിൽ എത്ര വന്നു? 195. അപ്പൊ അടുത്ത ഗ്രൂപ്പിൽ ആര് വരും? 191. അടുത്ത ഗ്രൂപ്പിൽ ആര് വരും? 187. ഈ രീതിയിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ 2 1 3ൽ അവസാനിച്ചു. അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് 7 വരണമല്ലോ, അതിന് തൊട്ട് മുമ്പ് 11 വരണമല്ലോ, ഇങ്ങനെ വരണം അല്ലെ? ഈ രീതിയിൽ വരുന്ന സീരീസ് ആണെങ്കിൽ ഇതിനകത്ത് നിന്ന് എന്ത് കണ്ടെത്താം? നമുക്ക് ഇവിടത്തെ തുക കണ്ടെത്താം അല്ലെ? അപ്പൊ ഈ തുക നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാ ചെയ്യുന്നത്? സമാന്തര ശ്രേണിയുടെ തുക കാണാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാ. തുക കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ്. ഈ n നമുക്ക് എന്തായാലും വേണം, പദങ്ങളുടെ എണ്ണം. അപ്പൊ n കാണാനുള്ള മാർഗം എന്താന്ന് വെച്ചാൽ അവസാനത്തെ പദത്തിൽ നിന്ന് ആദ്യ പദത്തെ കുറയ്ക്കുക, പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക, എന്നിട്ട് 1 കൂട്ടുക. 199ൽ നിന്ന് 3 പോയാൽ 196 എന്ന് കിട്ടും. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം 1 കൂട്ടുക. 196നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 49 കിട്ടും. അതിനോട് 1 കൂട്ടിയാൽ 50. പദങ്ങളുടെ എണ്ണം കിട്ടി. അങ്ങനെയാണെങ്കിൽ തുക നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 50/2. ഇതിലെ ആദ്യ പദം ആരാ? ചെറിയ സംഖ്യ 3 അല്ലേ? വലിയ സംഖ്യ ആരാ? 199 അല്ലേ? ഇത് രണ്ടും നമ്മൾ എഴുതി. നമ്മൾ ചെയ്യുന്ന കാര്യം എത്ര ഉള്ളൂ? 50/2 അതുപോലെ അവിടെ എഴുതിയിട്ടുണ്ട്. 199ഉം 3ഉം കൂടെ കൂട്ടിയിട്ട് 202 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ? നമ്മൾ ഈ 2ഉം ഈ 202ഉം കൂടെ ക്യാൻസൽ ചെയ്തിട്ട് 101 എന്ന് എഴുതിയല്ലോ. 101നോട് 50 ഗുണിച്ചേ. 101ഉം 50ഉം കൂടെ ചേർത്താൽ 50 50 5050. കണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം. സിമ്പിൾ ആയിട്ട് കിട്ടൂലേ? ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്തിയില്ലേ? നല്ല ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോണേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്. ചിത്രത്തിൽ കോൺ PDC 32 ഡിഗ്രി, കോൺ QDC 68 ഡിഗ്രി ആയാൽ A+B+C+D എത്ര എന്നാണ്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ഇതങ്ങ് ചെയ്ത് കൊളമാക്കും. ഇതിനകത്ത് ലൈൻസ് സമാന്തരമാണെന്നോ അല്ലെങ്കിൽ പാരലാണെന്നോ അതിനകത്തുള്ള കോണുകളുടെ പ്രത്യേകത എന്തെന്നോ അങ്ങനെ ഒന്നും തന്നെ തന്നിട്ടില്ല. നമ്മൾ മറ്റു ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ ഉത്തരത്തിലേക്ക് പോകുന്നത്. അങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ 32 ഡിഗ്രി കോണളവുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലെ കോണളവ് എത്രയായിരിക്കും? 32 പോയി കഴിഞ്ഞാൽ അല്ലെ, അവർ രണ്ടുപേരും രേഖീയ ജോഡിയാണല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീനിയർ പെയർ ആണല്ലോ. അപ്പൊ ആ സൈഡിലെ കോണളവ് കണ്ടുപിടിക്കണമെങ്കിൽ 180 നിന്ന് 32 കുറയ്ക്കുക. 180ൽ നിന്ന് 32 കുറയ്ക്കുക അല്ലെ? അപ്പൊ എത്ര കിട്ടൂടാ? 148 ഡിഗ്രി എന്ന് കിട്ടും. ആണല്ലോ? ആണ്. ഓക്കെ ആണേ? ശരി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോണളവ് എത്രയായിരിക്കും? ഇവിടുത്തെ കോണളവ് അവിടുത്തെ കോണളവ് നമ്മൾ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് 68നെ കുറച്ചാൽ മതി. 180 നിന്ന് 60 പോയാൽ 120, 8ഉം കൂടെ പോയാൽ 112. കണ്ടോ? അപ്പൊ 112. അപ്പൊ ഇത് മൊത്തത്തിലായിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഒരു ചതുർഭുജം അല്ലേ? ചതുർഭുജത്തിന്റെ 4 കോണും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം നമുക്ക്? 360 ഡിഗ്രി കിട്ടണം. അപ്പൊ ഈ 148ഉം 112ഉം കൂടെ ചേർന്നാൽ മൊത്തം എത്ര കിട്ടുള്ളൂ? ഒരു 260 ഡിഗ്രിയെ കിട്ടുള്ളൂ അല്ലെ? അപ്പൊ ഈ 148ഉം 112ഉം കൂടെ 260 കിട്ടൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ എയും ബിയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? നിങ്ങൾ തന്നെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ആ എയും ബിയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണോടാ മക്കളെ? ആ ഇത് രണ്ടും 260 ആണെങ്കിൽ അതിന്റെ മിച്ചം വരുന്ന 100 ഡിഗ്രി ഇവിടെ നിന്ന് കിട്ടണ്ടേ? എയും ബിയും കൂടെ കൂട്ടിയാൽ അല്ലെ? അപ്പൊ അതിന്റെ രേഖീയ ജോഡികളായിട്ട് വരുന്ന ഇപ്പുറത്തെ സൈഡിലെ രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? അത് ഉറപ്പായിട്ടും 360 മൈനസ് 100. അപ്പൊ ഇവിടത്തെ കോണളവ് എത്രയായിരിക്കും? 260. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സിയും ഡിയും കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടിയേ പറ്റൂ? 100. അപ്പൊ ഇവരെ നമ്മൾ എന്ത് ചെയ്യാണ്? ചതുർഭുജങ്ങളാക്കി പരിഗണിച്ച് താഴേക്ക് വരുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എത്ര ഉള്ളൂ? ഇവിടത്തെ കോണളവ് ഇവരെ തമ്മിൽ കൂട്ടുക. 32ഉം 68ഉം തമ്മിൽ കൂട്ടുക. എത്ര കിട്ടി? 100 കിട്ടി. ആണല്ലോ. ഈ 100ന്റെ ബാക്കിയാണല്ലോ ഇതിന്റെ ഉള്ളിൽ വരുന്നത്. അത് 260. മൊത്തം 360ല് അതിന്റെ ബാക്കി എത്ര? 200. ആ 260ന്റെ ബാക്കിയാണല്ലോ ഇവിടെ വരുന്ന 100. അതിന്റെ ബാക്കിയാണല്ലോ 260. അതിന്റെ ബാക്കിയാണല്ലോ 100. അങ്ങനെ അതായത് 360ന്റെ ഒരു ബാലൻസിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു 100ഉം വന്നു, ഇവിടെ ഒരു 100ഉം വന്നു. ഈ 100ഉം 100ഉം ചേർന്നാൽ അല്ലെ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് 200 ഡിഗ്രി എന്ന് കണ്ണും പൂട്ടി നമുക്ക് പറയാൻ പറ്റും. എയും ബിയും സിയും ഡിയും കൂടെ കൂട്ടിയാൽ 200. ഉറപ്പിക്കാമോ? ഓക്കെ അല്ലേ? അപ്പൊ പി ഡി സി 32, ക്യു ഡി സി 68. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര? ഇവരെ തമ്മിലൊന്ന് കൂട്ടി പെട്ടെന്ന് പറഞ്ഞേ. അത് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 100 ഡിഗ്രി എന്നാണ്. ഇത് 100 ആണെങ്കിൽ ഇവിടത്തേതും 100 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 100 ആയിരിക്കും. അപ്പൊ എയും ബിയും കൂടെ ചേർന്നാൽ 100, സിയും ഡിയും കൂടെ ചേർന്നാൽ 100. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും ഡിയും കൂടെ ചേർന്നാൽ മൊത്തം 200. ഇതാണ് ഇതിന് പിന്നിലുള്ള കഥ. ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയാൽ രക്ഷപ്പെട്ടു. വേറെ ഒന്നും നമുക്ക് അവിടെ നോക്കാനില്ല. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? കോൺഫിഡന്റ് അല്ലേ? സിമ്പിൾ ആയിട്ട് ചെയ്തോ കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. 802 ഇൻറ്റു 802 എന്നതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര? 802 ഇൻറ്റു 802 ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? 802നെ 802 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ 802ന്റെ സ്ക്വയർ എഴുതുക, എന്നിട്ട് 4 കൊണ്ട് ഹരിക്കുക. ഇങ്ങനത്തെ വലിയ വലിയ പരിപാടികളിലേക്കൊക്കെ നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളോട് പറയാം, ഇത്തരം ചോദ്യം ഇപ്പൊ 802നെ 802 കൊണ്ട് ഹരിക്കാനാണോ? അല്ല, ഇവരെ ഗുണിച്ചെഴുതിയ ശേഷം 4 കൊണ്ട് ഹരിക്കാൻ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കരുത്? ഇത് ഹരിക്കാനും ഗുണിക്കാനും നിൽക്കരുത്. പകരം ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചേ. 802 ഇൻറ്റു 802 ഡിവൈഡഡ് ബൈ 4 എന്നല്ലേ? ഈ 4 കൊടുക്കുന്നതിന് പകരം 2 ഇൻറ്റു 2 എന്നാക്കിയേ. നമുക്കറിയാം 802നെ നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്തിട്ട് 401 എന്ന് എഴുതാം. ഇതിനെയും നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്തിട്ട് 401. അപ്പൊ ശരിക്കും ഇതിന്റെ റിസൾട്ട് 401 ഇൻറ്റു 401 എന്നാണ്. ഇതിലൊരു സ്ഥലത്ത് എന്തില്ല? റിമൈൻഡർ എന്ന് പറയുന്ന സംഖ്യയില്ല. ഉണ്ടോ? അങ്ങനെ വാല്യൂ ഇല്ല. കാരണം എന്താ? ഈ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് പൂർണ്ണമായി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടസംഖ്യ 0 എന്ന് പറയാം. വേറെ ഒന്നുമില്ല. ഈ തന്നിരിക്കുന്ന 802 2ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതിനെ 4 കൊണ്ട് ഹരിച്ചാൽ ഒരിക്കലും റിമൈൻഡർ വരില്ല എന്നുള്ള കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ. അടുത്ത ചോദ്യം, m റൈസ് ടു n ഈക്വൽ ടു 5 ആയാൽ m റൈസ് ടു 2n എത്ര? നല്ലൊരു ചോദ്യമാണ്. m റൈസ് ടു 5 എല്ലാവർക്കും ഓർത്തിരിക്കാവുന്ന ഒരു മോഡലാണ്. m റൈസ് ടു n എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ എന്താണ് m റൈസ് ടു 2n എന്ന് ചോദിച്ചാൽ ഇതിനെങ്ങനെ എഴുതാം? m റൈസ് ടു 2n നമുക്ക് m റൈസ് ടു 2 ഇൻറ്റു n എന്ന് എഴുതാമല്ലോ. എഴുതാം. ഇതിനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ m റൈസ് ടു n സ്ക്വയർ എന്ന് എഴുതാൻ പാടില്ലേ? നമ്മളിങ്ങനെ കൃത്യങ്ക നിയമങ്ങൾ അഥവാ ലോസ് ഓഫ് എക്സ്പോണൻസ് പഠിക്കുമ്പോൾ a റൈസ് ടു m ഹോൾ റൈസ് ടു n ഈക്വൽ ടു a റൈസ് ടു m ഇൻറ്റു n എന്നെഴുതാം എന്ന് പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? അതനുസരിച്ചുകൊണ്ട് m റൈസ് ടു 2n-നെ m റൈസ് ടു 2 ഇൻറ്റു n എന്നെഴുതാമല്ലോ. അപ്പൊ ഇതിനെ തന്നെ നമുക്ക് m റൈസ് ടു n സ്ക്വയർ എന്ന് എഴുതാം അല്ലെ? ഇപ്പൊ m റൈസ് ടു n എന്ന് പറയുന്ന 5 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എടുത്താൽ എന്ത് ചെയ്താൽ മതി? 5ന്റെ സ്ക്വയർ എഴുതിയാൽ മതി. 5ന്റെ സ്ക്വയർ എന്ന് പറയുന്ന ആരാണ്? 25 ആണ്. ഇത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ഒരു കാരണവശാലും എമ്മിന്റെ വാല്യൂയോ എന്നിന്റെ വാല്യൂയോ കണ്ടുപിടിക്കാൻ പോകരുത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ കാണുമ്പോൾ തന്നെ ഇങ്ങനെ വന്നാൽ m എത്രയാണ് അല്ലെങ്കിൽ n എത്രയാണെന്ന് ആലോചിക്കും. അങ്ങനെ പോവുകയോ ചെയ്യരുത്. m റൈസ് ടു n നമുക്കറിയാം അതാരായിരുന്നു? 5. അത് മാത്രം യൂസ് ചെയ്യുക. അപ്പൊ m റൈസ് ടു 2n എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? m റൈസ് ടു n റൈസ് ടു 2 ഇങ്ങനെ എഴുതാം.
m⁻n ഓൾറെഡി അറിയാം നമുക്ക് 5. 5ന്റെ സ്ക്വയർ ആരാ? 25. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ? അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ 2002 ഇരട്ട എണ്ണൽ സംഖ്യകളുടെ തുകയും ആദ്യത്തെ 2022 ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പൊ 2022 രണ്ട് സ്ഥലത്തുള്ള നമ്പർ. അപ്പൊ ആദ്യത്തെ 2022 ഇരട്ട എണ്ണൽ സംഖ്യകളുടെ തുകയും ആദ്യത്തെ 2022 ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇവിടെ നമ്മൾ ഈ 2022 വിട്ടേക്ക്. ആദ്യത്തെ n ഇരട്ട എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നിങ്ങൾക്ക് അറിയാവോ? അറിയാം. എന്താ? n × n+1 എന്നാണ് അല്ലോ. ഓക്കെ. ആദ്യത്തെ n ഒറ്റ ഇരട്ട സംഖ്യ ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ അറിയാവോ? n². അപ്പൊ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക എന്ന് വെച്ചാൽ n × n+1 എന്നാണല്ലോ. ആണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? n² + n എന്ന് എഴുതാം. അപ്പൊ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുകയാണ് ഇത്. ഇതിൽ ഒറ്റ സംഖ്യകളുടെ തുക n² അല്ലേ? ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? n² + n ൽ നിന്ന് n² മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഉറപ്പായിട്ട് n എന്നല്ലേ? ആണ്. അത്രേ ഉള്ളു കാര്യം. അപ്പൊ 2022 ഇരട്ട എണ്ണൽ സംഖ്യകളുടെയും 2022 ഒറ്റ എണ്ണൽ സംഖ്യകളുടെയും തുകകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇവിടെ n ആണെങ്കിൽ ഇവിടെ വരാൻ പോകുന്നത് 2022 ആയിരിക്കും. ഇത്രേ ഉള്ളു കാര്യം. വേറെ ഒന്നും ആലോചിക്കരുത്. ഈ 2022 പകരം നിങ്ങൾക്ക് 500 എന്നോ 200 എന്നോ 13 എന്നോ 81 എന്നോ ഏത് നമ്പർ തന്നാലും അവിടുത്തെ ആൻസർ എന്ത് തന്നെയാണ്? ആ നമ്പർ ഏതോ അതായിരിക്കും. ഓർത്തോണേ. അപ്പൊ ആദ്യത്തെ 2022 ഇരട്ട എണ്ണൽ സംഖ്യകളുടെ തുകയും ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ അത് 2022 എന്നങ്ങ് പറഞ്ഞാൽ മതി. വേറെ ഒന്നും നോക്കാൻ നിൽക്കണ്ട. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് 5 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ? 5 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ. 5 ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു സംഖ്യയുടെ ഇപ്പൊ നോർമലായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അറിയാം, ഒരു പ്രൈം നമ്പറിന് 2 ഘടകങ്ങളുണ്ട് അല്ലേ? എന്നാൽ അതുപോലെ ഈ ഘടകങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് സംഖ്യകളിൽ ജോഡികളായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സംഖ്യകളുടെ ഘടകങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലെ ഘടകങ്ങളെല്ലാം 2ന്റെ ഗുണിതങ്ങളായിട്ടാണ് വരിക. എന്നുവെച്ചാൽ ഘടകങ്ങളുടെ എണ്ണം എപ്പോഴും ഇരട്ട സംഖ്യകളായിരിക്കും നോർമൽ ആയിട്ടുള്ള സംഖ്യകളിൽ. അതിപ്പോൾ പ്രൈം ആയാലും കോമ്പോസിറ്റ് ആയാലും. എന്നാൽ ഈ സംഖ്യകൾ എന്താണെങ്കിൽ സ്ക്വയർ നമ്പേഴ്സ് ആണെങ്കിൽ, വർഗസംഖ്യകളാണെങ്കിൽ അവരുടെ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയിരിക്കും, ഓഡ് നമ്പർ ആയിരിക്കും. ഫാക്ടേഴ്സിന്റെ എണ്ണത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു സംഖ്യയുടെ ഫാക്ടേഴ്സിന്റെ എണ്ണം എടുക്കുമ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ ആ ഫാക്ടേഴ്സിന്റെ എണ്ണം ഒറ്റ സംഖ്യയായി കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അപ്പം മനസ്സിലാക്കിക്കോണം ആ സംഖ്യ ഒരു വർഗസംഖ്യ ആയിരിക്കും. വർഗസംഖ്യ എന്ന് വെച്ചാൽ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നിരിക്കുന്ന 5 ഘടകങ്ങളുള്ള സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ 620 അല്ല. കാരണം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 5 ഒരു ഒറ്റ സംഖ്യയാണല്ലോ. 630 അല്ല, 635 അല്ല. അപ്പൊ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ആളാരാണെന്ന് വെച്ചാൽ 625 ആണ്. മനസ്സിലായോ? ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയിട്ട് വരുന്നത് എവിടെയായിരിക്കും? ഉറപ്പായിട്ടും ഒരു പൂർണ്ണവർഗ സംഖ്യയിലായിരിക്കും. അതുകൊണ്ട് ഈ കൂട്ടത്തിലെ ഒരു പൂർണ്ണവർഗ സംഖ്യ എന്ന് പറയുന്നത് ആര് മാത്രമേ ഉള്ളൂ? 625 ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ എന്തില് വർഗസംഖ്യകളിൽ മാത്രമേ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയിട്ട് വരുള്ളൂ. ബാക്കി ഏത് സംഖ്യ എടുത്താലും നിങ്ങൾക്ക് അവിടെ എല്ലാം ഇരട്ട സംഖ്യകളായിരിക്കും ഘടകങ്ങളുടെ എണ്ണമായിട്ട് കിട്ടുന്നത് കേട്ടോ. അതാണ് അതിന്റെ ഒരു ഹിന്റ്. ഇനി പറയാണ്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഒരു മട്ടത്രികോണത്തിന്റെ കോണുകളുടെ അംശബന്ധം അല്ലാത്തത് ഏത്? ഒരു മട്ടത്രികോണത്തിന്റെ സൈഡ്സിന്റെ അംശബന്ധം കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലെ? എന്താണ്? പൈതഗോറസ് തിയറം വെച്ച് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ? ചെറിയ 2 സൈഡ് തമ്മിൽ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ വലുതിന്റെ സ്ക്വയർ കിട്ടുന്നുണ്ടോ നമ്മൾ ചെയ്യും. പക്ഷേ ഒരു മട്ടത്രികോണത്തിന്റെ കോണുകളുടെ അംശബന്ധത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കോണുകളുടെ അംശബന്ധം എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അറിയാവോ? നമുക്കറിയാം മട്ടത്രികോണത്തിൽ ഒരു കോണ് 90 ഡിഗ്രിയാണ്. മറ്റ് 2 കോണുകളും കൂടെ കൂട്ടുമ്പോഴല്ലേ 90 വരാവൂ. മട്ടത്രികോണത്തിൽ ഒരു കോൺ 90 ആണെങ്കിൽ ബാക്കിയുള്ള കോണുകൾ ആരൊക്കെ വരാം? 40ഉം 50ഉം വരാം അല്ലെ? 60ഉം 30ഉം വരാം, 45ഉം 45ഉം വരാം. എന്ന് വെച്ചാൽ എത്ര ഉള്ളൂ? ചെറിയ 2 കോണും കൂടെ കൂട്ടുമ്പോൾ വലുത് കിട്ടണം. ഇത് മാത്രം ഓർത്താൽ മതി. ഒരു മട്ടത്രികോണത്തിലെ കോണുകളുടെ
ആ ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ ചെറിയ രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടിയാൽ വലുത് കിട്ടണം. അങ്ങനെയുള്ള ഓപ്ഷൻ നോക്കിയേ. ആദ്യത്തെ ഓപ്ഷൻ 5 4 9. അപ്പൊ ഇത് മട്ടത്രികോണമാണ്. അടുത്തത് 4 3 7 മട്ടത്രികോണമാണ്. 2 3 5 എന്ന് വെച്ചാൽ ചെറിയ രണ്ട് വാല്യൂസ് കൂട്ടുമ്പോൾ വലുതിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. അങ്ങനെ എത്താത്തത് എവിടെ മാത്രമേ ഉള്ളൂ? ഡിയിൽ മാത്രമേ ഉള്ളൂ. 5ഉം 6ഉം കൂടെ കൂട്ടിയാൽ 7 കിട്ടോ? 11 കിട്ടുള്ളൂ അല്ലെ. അപ്പൊ അതല്ല. അപ്പൊ ഒരു മട്ടത്രികോണത്തിന്റെ കോണുകളുടെ അംശബന്ധം അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ അത് ഡി ആണ്. ആദ്യത്തെ 3 പേരും എന്താണ്? ചെറിയ കോണുകൾ കൂട്ടുമ്പോൾ വലുത് കിട്ടുന്നുണ്ട് അല്ലേ. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഇതൊരു പാറ്റേൺ. നിങ്ങൾ ഈ ടൈപ്പ് പാറ്റേൺ കണ്ടിട്ടുണ്ടാവുമല്ലോ. യെസ്, എന്നാ നോക്ക്. ഒന്നിന്റെ വാല്യൂ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന 1ന്റെ സ്ക്വയർ എന്നാണ് പറയുന്നത് അല്ലെ. അടുത്ത 1ഉം 3ഉം അപ്പൊ എന്ത് കിട്ടുന്നുണ്ട്? 2ന്റെ സ്ക്വയർ ആണ് കിട്ടുന്നത് അല്ലെ. അതുപോലെ 1 3 5 കണ്ടോ, ഇത് ഒറ്റ സംഖ്യകളാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒറ്റ സംഖ്യകളാണ്. അപ്പൊ 1 3 5 7 അങ്ങനെയാണ് ഇനി പോകാൻ പോകുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ അടുത്ത് വരുന്ന ആരായിരിക്കും? ഇത് 1ന്റെ സ്ക്വയർ വന്നു, 2ന്റെ സ്ക്വയർ വന്നു, 3ന്റെ സ്ക്വയർ വന്നു. അപ്പൊ ആ ഒരു ക്രമം കൃത്യമായി പാലിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ് വന്നിരിക്കുന്നത് നോക്കിയേ. ഇതിനകത്ത് ആദ്യത്തെ നമ്പർ 1, അവസാനത്തെ നമ്പർ 3. ഇവരെ തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുത്താൽ എത്ര കിട്ടും? 2 കിട്ടും. 2ന്റെ സ്ക്വയർ ആണല്ലോ ഇത്. ഇവിടെ വരുമ്പോൾ ആദ്യത്തെ നമ്പർ 1, അവസാനത്തെ നമ്പർ 5. 5 1 കൂടെ കൂട്ടിയാൽ 6. 6ന്റെ പകുതിയുടെ സ്ക്വയർ ആണല്ലോ ഈ വരുന്നേ അല്ലെ. അപ്പൊ ഇവിടെ ആ ഒരു പാറ്റേൺ ഇവിടെ തുടർന്ന് വരികയാണെങ്കിൽ 1 3 5 ഇങ്ങനെ ഏതുവരെ? എ വരെയുള്ള സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ അത് 100ന്റെ സ്ക്വയർ എന്ന് എഴുതിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എയുടെ വില എത്ര എന്നല്ലേ ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? അപ്പൊ എയുടെ വില കണ്ടുപിടിക്കാൻ നിങ്ങൾ ആലോചിക്കുക. ഇവിടെ എങ്ങനെയായിരിക്കും വന്നിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ കണക്കിനാണെങ്കിൽ ഈ 1ഉം ഈ എയും കൂടെ കൂട്ടിയിട്ട് ഈ 1ഉം ഈ എയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ നമുക്ക് 100 കിട്ടണ്ടേ? വേണ്ടേ? തൊട്ട് മുമ്പ് പറഞ്ഞ സ്ഥലത്തെല്ലാം എങ്ങനെയായിരുന്നു? 1ഉം 3ഉം കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്തപ്പോൾ എന്ത് കിട്ടി? 2 കിട്ടി. അതുപോലെ 1ഉം 5ഉം കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്തപ്പോൾ അല്ലേ 3 കിട്ടി. ആ ക്രമം പാലിക്കുകയാണെങ്കിൽ ഇവിടുത്തെ 1ഉം എയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ നമുക്ക് 100ന്റെ സ്ക്വയർ അല്ല കിട്ടുന്നത്, 100 എന്ന് കിട്ടണം. അപ്പൊ എ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? 1 പ്ലസ് എ എന്ന് പറയുന്നത് 2 × 100 200 ആയിരിക്കൂലേ. അപ്പൊ എ എന്ന് പറയുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ 200 എന്ന് 1 കുറച്ചാൽ പോരെ. 200 എന്ന് 1 പോയാൽ 199 അല്ലേ. അപ്പൊ എയുടെ വില എത്ര എന്ന് ചോദിച്ചാൽ 199. 199 തെറ്റിപ്പോവല്ലേ. നല്ല ചോദ്യമാണ് അല്ലെ. അപ്പൊ ചെയ്ത കാര്യം എത്ര ഉള്ളൂ അല്ലെ. ഒരൊറ്റ സംഖ്യയുടെ തുക 1 സ്ക്വയർ, രണ്ടൊറ്റ സംഖ്യയുടെ തുക, മൂന്നൊറ്റ സംഖ്യയുടെ തുക. കണ്ടോ, ഇതാണ് സംഭവം. ഇതാണ് ഇതിന്റെ ക്രമം. ഞാൻ ഈ പറഞ്ഞത് കണ്ട് പേടിച്ചുകൊണ്ട. അപ്പൊ 3 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 3ന്റെ സ്ക്വയർ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എന്താണെന്ന് മാത്രം നോക്കുക. 1 മുതൽ എ വരെ ഉള്ളത് 100ന്റെ സ്ക്വയർ ആണ് എന്ന് വെച്ചാൽ എന്ത് മനസ്സിലാക്കിക്കോ. 100ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളാണ്. 100 ഒറ്റ സംഖ്യകളുടെ തുകയാണ് അല്ലെ. ആദ്യത്തെ 100 ഒറ്റകൾ തമ്മിൽ കൂട്ടിയാലാണ് 100ന്റെ സ്ക്വയർ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എത്രേ ഉള്ളൂ. 100ാമത്തെ ഒറ്റ സംഖ്യ ആര്? 100ാമത്തെ ഒറ്റ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നാമത്തെ ഒറ്റ സംഖ്യ 1, രണ്ടാമത്തെ ഒറ്റ സംഖ്യ 3. അപ്പൊ 100ാമത്തെ ഒറ്റ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n - 1 എന്നാണ്. ഇങ്ങനെ പഠിച്ചു വെച്ചോ. നമുക്കിപ്പോ 5ാമത്തെ ഒറ്റ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ 2n - 1ൽ 5 കൊടുത്താൽ മതി. 2 × 5 10, 10 നിന്ന് 1 പോയാൽ 9 അല്ലെ. അപ്പൊ 100ാമത്തെ ഒറ്റ സംഖ്യ കണ്ടുപിടിക്കാൻ 2 × 100 200. 200 എന്ന് 1 പറയടാ മക്കളെ 199. കണ്ട, ഒന്നുകിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാ, ഇല്ലെങ്കിൽ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ 1 + a/2 എന്ന് പറയുന്നത് 100. അവിടെ നിന്ന് എ കണ്ടുപിടിച്ചാലും മതി. എയുടെ വില കണ്ടുപിടിക്കാനല്ലേ. അപ്പൊ അതിൽ ഏത് മെത്തേഡ് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അടുത്തൊരു ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് 1729 തുല്യമല്ലാത്തത്? ഈ 1729 എന്ന് പറയുന്ന സംഖ്യ നിങ്ങളുടെ പരീക്ഷയിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു നമ്പറാണ്. രാമാനുജൻ സംഖ്യ അറിയാവോ? രാമാനുജൻ സംഖ്യ അല്ലെ. അപ്പൊ രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്ന നമ്പർ ആരാണ്? 1729. ഇതിൽ ആരാണ് ഈ രാമാനുജൻ സംഖ്യക്ക് തുല്യമല്ലാത്ത? 10ന്റെ ക്യൂബ് 9ന്റെ ക്യൂബ് കൂട്ടിയാൽ ഉറപ്പായിട്ടും അത് തന്നെ കിട്ടും. 12ന്റെ ക്യൂബും 1ന്റെ ക്യൂബും കൂട്ടിയാൽ അത് തന്നെ കിട്ടും. 19നെ 91 കൊണ്ട് ഗുണിച്ചാലും ഈ സാധനം തന്നെ കിട്ടും. പക്ഷേ ഇവിടെ ഉണ്ടോ 11ന്റെ ക്യൂബ്, 7ന്റെ ക്യൂബ്, 5ന്റെ ക്യൂബ്.
ഇവരുടെ ക്യൂബ് എല്ലാം കൂടെ കൂട്ടി എഴുതിയാൽ ഇപ്പൊ 11ന്റെ ക്യൂബ് എല്ലാവർക്കും അറിയാലോ. എന്താ 11ന്റെ ക്യൂബ്? 1331. 7ന്റെ ക്യൂബ് എന്താണ്? 343 അല്ലെ. 5ന്റെ ക്യൂബ് 125. ഇവരെല്ലാവരെയും കൂടെ കൂട്ടി എഴുതിയാൽ നമുക്ക് 1729 കിട്ടില്ല. ഇത് 1799 എന്നേ കിട്ടുള്ളൂ. അല്ലേ അല്ലേ? അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പൊ ഏതാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തവൻ? ഇതാണ് കേട്ടോ. ഇതിപ്പോ 1729 തുല്യം എന്നൊന്നും നിങ്ങളോട് ചോദിക്കണമെന്നില്ല. ഈ 4 ഓപ്ഷൻ തന്നിട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചാലും മതി. അപ്പൊ സിമ്പിൾ ചോദ്യമാണ്, വലിയ കുഴപ്പമില്ലാതെ ചെയ്യാം. 3x³ വർഗം എത്ര? 3x³ വർഗം എത്ര എന്ന് വെച്ചാൽ എന്താ? സ്ക്വയർ ആണ്. ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. 3ന്റെ സ്ക്വയർ ഇൻറ്റു x³ സ്ക്വയർ. ഇങ്ങനെ എഴുതാൻ പറ്റൂലേ? 3x³ സ്ക്വയർ എന്ന് വെച്ചാൽ 3ന്റെ സ്ക്വയർ 9. x³ സ്ക്വയർ എന്ന് വെച്ചാൽ x⁻6 എന്നല്ലേ. അപ്പൊ 9x⁻6 തീർന്നേ കേട്ടോ. ശ്രദ്ധിച്ചോണേ, ഒരുപാട് പേർക്ക് അബദ്ധം പറ്റും. 3ന്റെ സ്ക്വയറും എടുത്തു, ഇവിടുത്തെ 3ന്റെ സ്ക്വയറും എടുത്തിട്ട് 9x⁻9 എന്ന് എഴുതാനുള്ള ഒരു ടെൻഡൻസി കാണിക്കരുത്. തെറ്റാണ്. ഓപ്ഷനകത്ത് അത് കിടപ്പുണ്ട്. ഇത് തെറ്റാണ് കേട്ടോ. അപ്പൊ സ്ക്വയർ വർഗം കാണുക എന്ന് വെച്ചാൽ 3ന്റെ വർഗം 9. x³ വർഗം എന്ന് വെച്ചാൽ x⁻ എത്ര വരണം? 3 × 2 6 വരണം. അപ്പൊ x⁻6. അപ്പൊ 9x⁻6 എന്നാണ് കിട്ടുന്നത്. തെറ്റല്ലേ? നല്ല ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം. x² - y² ഒരു അഭാജ്യ സംഖ്യയാണെന്ന് പറയാം. x² - y² എന്ന് പറയുന്ന ആരാണ്? ഒരു അഭാജ്യ സംഖ്യയാണ്. എങ്കിൽ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇതൊരു അത്യാവശ്യം തലകറങ്ങാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ആദ്യം നമ്മൾ ഈ കണ്ടീഷൻ അനുസരിച്ചുള്ള രണ്ട് സംഖ്യകളെ സംഘടിപ്പിച്ച് അങ്ങ് വെക്കുക. ഈ രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം ഒരു അഭാജ്യ സംഖ്യയായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ രണ്ട് സംഖ്യകളെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ രണ്ട് സംഖ്യകളെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാലോ? അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു 5 ആണ് അഭാജ്യ സംഖ്യ വരേണ്ടതെന്ന് വെച്ചോ. അപ്പൊ 5ന്റെ പകുതി എത്രയാ? 2.5. 2യുടെ ലെഫ്റ്റ് റൈറ്റും ആരാ? 2, 3 അല്ലേ. അപ്പൊ നിങ്ങൾ വെറുതെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 3ന്റെ സ്ക്വയറും 2ന്റെ സ്ക്വയറും ഇവരെ തമ്മിൽ കുറച്ചാൽ ഉറപ്പായിട്ട് എന്തേ കിട്ടുള്ളൂ? 5 കിട്ടുള്ളൂ. 3ന്റെ സ്ക്വയർ എന്ന് പറയുന്ന 9ഉം 2ന്റെ സ്ക്വയർ ആയ 4ഉം കുറച്ചാൽ എന്തേ കിട്ടുള്ളൂ? 5 കിട്ടുള്ളൂ. 5 ഒരു പ്രൈം നമ്പർ ആണല്ലോ, അഭാജ്യ സംഖ്യ ആണല്ലോ. അപ്പൊ എക്സ് ആരാണ്, വൈ ആരാണെന്ന് മനസ്സിലായല്ലോ. എക്സ് ഇവിടെ 3 ആണ്, വൈ എന്ന് പറയുന്നത് ആരാണ്? 2 ആണ്. ഓക്കെ ആണല്ലോ. എഴുതി വെച്ചേ. ഈ രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്ന ആരാണ്? 5 ആണ്. 5 എന്ന് പറയുന്ന ആരാണ്? ഒരു പ്രൈം നമ്പർ ആണ്. നമ്മൾ എഴുതി വെച്ചു. ഇനി തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന നോക്കണം. ആദ്യത്തെ പ്രസ്താവന x-y ഒരു അഭാജ്യ സംഖ്യയാണ്. x-y, എക്സ് എന്ന് പറയുന്ന 3, y എന്ന് പറയുന്ന 2. ഇത് കുറച്ചാൽ 1 അല്ലേ കിട്ടൂ? 1 അഭാജ്യ സംഖ്യ അല്ല. പ്രൈം നമ്പർ ആണോ? അല്ല. ഓക്കെ, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2. അടുത്ത x+y ഒരു അഭാജ്യ സംഖ്യയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3ഉം 2ഉം കൂടെ കൂട്ടി നോക്കിയേ, 5. ഇത് അഭാജ്യ സംഖ്യയാണ്. അപ്പൊ അത് നിലവിൽ റൈറ്റ് ആണ്. ഇനി x+y, x-y എന്നിവ അഭാജ്യ സംഖ്യകളാണെന്ന് പറയുന്നു. x-yയും x+yയും അഭാജ്യ സംഖ്യകളാണോ? അല്ല. ഓക്കെ, ഇനി x+yയും x-yയും ഇവയൊന്നും അഭാജ്യ സംഖ്യകളല്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കോ? ഇല്ല. ഇവരെ തമ്മിൽ കൂട്ടിയപ്പോ നമുക്ക് എന്ത് കിട്ടി? അഭാജ്യ സംഖ്യ കിട്ടി. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റിലത്തെ 2 സ്റ്റേറ്റ്മെന്റും എടുക്കാൻ പറ്റില്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പണ്ടേ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആരാണ്? ബി ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, പരീക്ഷാ ഹാളിൽ അധികം നമുക്ക് ടെൻഷൻ ആവാതിരിക്കാൻ എന്ത് ചെയ്യുക? ഈ കണ്ടീഷൻ ഓക്കെ ആയിട്ടുള്ള 2 സംഖ്യകളെ അങ്ങ് എടുത്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ എഴുതിക്കോ. ഓക്കെ, ഇവരുടെ വർഗങ്ങളുടെ വ്യത്യാസം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണമെന്നേ ഉള്ളൂ? ഒരു പ്രൈം നമ്പർ കിട്ടണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 13 നിങ്ങൾക്ക് ഡിഫറൻസ് ആയിട്ട് കിട്ടണം എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള 2 സംഖ്യകൾ എടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 13ന്റെ പകുതി എടുക്കുക. 13ന്റെ പകുതി എത്ര? 6.5. അപ്പൊ അതുകൊണ്ട് തന്നെ സംഖ്യകളായിട്ട് നിങ്ങൾ ആരെ എടുക്കാം? 6നെ 7നെ എടുത്തോ. ഇപ്പൊ 7ന്റെ സ്ക്വയറും എടുത്തോ, 6ന്റെ സ്ക്വയറും എടുത്തോടാ. 7ന്റെ സ്ക്വയർ 49 ആണ്, 6ന്റെ സ്ക്വയർ ആരാ? 36 ആണ്. ഇത് കുറച്ചാൽ 13 തന്നെ കിട്ടുമല്ലോ. കണ്ടോ? മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ എക്സ് ആരാണ്? 7 ആണ്. വൈ ആരാണ്? 6 ആണ്. ഈ 7ഉം 6ഉം വെച്ചിട്ട് താഴത്തെ കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് നോക്കിക്കോ.
7ഉം 6ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടി? 13 കിട്ടി. അപ്പൊ അതൊരു അഭാജ്യ സംഖ്യ ആണ്. ആണോ? 7ഉം 6ഉം കൂടെ കൂട്ടിയാൽ അഭാജ്യ സംഖ്യയാണ്. കണ്ടോ? പക്ഷെ 7ഉം 6ഉം തമ്മിൽ കുറച്ച് നോക്കിയേ. 7 നിന്ന് 6 പോയാൽ 1 കിട്ടുള്ളൂ. അതെന്തല്ല? അഭാജ്യ സംഖ്യ ആണോ? അല്ല. കണ്ടോ? ഇപ്പൊ ഈ 13 വരുന്നത് എവിടെയാണ്? തുകയിലാണ് 13 വരുന്നത്. വ്യത്യാസം എന്താണ്? 1 ആണ്. താഴോട്ട് വരുന്നതിനെ കുറിച്ച് ഇനിയിപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അങ്ങനെ 30 ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പരിഗണിച്ചത്. അതാണ് നമ്മൾ റിവൈസ് ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഞാൻ വളരെ വേഗത്തിൽ പോയായിരുന്നു. ഒരുപാട് ഡിലേ ആക്കിയിട്ടല്ല ചെയ്തത്. 30 ചോദ്യങ്ങൾ പടപടേന്ന് നമ്മൾ പറഞ്ഞു പോയായിരുന്നു. അനുബന്ധ വിവരങ്ങളൊക്കെ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് വെച്ചിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വെറുതെ സമയം നഷ്ടപ്പെടും എന്നുള്ളതല്ലാതെ. അതുകൊണ്ട് തന്നെ പരമാവധി ചോദ്യങ്ങൾ കുറഞ്ഞ സമയത്തിൽ ചെയ്തു തീർക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പൊ ആ ചോദ്യങ്ങൾ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുവിധം ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായവും അതുമായിട്ട് ബന്ധപ്പെട്ട ആൻസേഴ്സോ അതിന്റെ ലിസ്റ്റോ എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ്സിനെ പറ്റിയുള്ള വ്യക്തമായ ഒരു അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും കേട്ടോ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ പരീക്ഷ കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആൻസർ കീയും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ചാനലിലൂടെ ചർച്ച ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.